وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. صدق الله العلي العظيم. ഈ അനുഗ്രഹീത സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ കെ.എ. റഷീദ് ഫൈസി അവറുകളെ, നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട അഡ്വക്കറ്റ് ടി സിദ്ദീഖ് അവറുകളെ, വേദിയിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ഈ അനുഗ്രഹീത മജ്ലിസിലെത്തിച്ചേർന്ന ഒന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹു ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ബറക്കത്ത് ചൊരിയട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം കൊണ്ട് ഈ മജ്ലിസിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പുണ്യ റമളാന്റെ ഫളല് കൊണ്ട് വന്നുപോയ ദോഷങ്ങളൊക്കെയും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സർവേശ്വരനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വർഷവും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ പേരിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വളരെ മഹത്തായ ലക്ഷ്യത്തോടു കൂടെയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ഈ പരിപാടി ഇവിടെ സമാരംഭം കുറിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ നമുക്ക് ഇതുവരെയും വിജയത്തിലാക്കി തന്നിരിക്കുന്നു. ഇനിയും പൂർണ്ണമായ വിജയം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇതിന്റെ പേരിൽ പരലോകത്ത് സന്തോഷിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെയും നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്നിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം സൂക്ഷിക്കുക, ശൈത്താൻ കൂടെയുണ്ട് എന്നതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, മനുഷ്യരെ, ശൈത്താൻ നിങ്ങളെ ശത്രുവാണ് എന്നതാണ്. പിശാചിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. ശൈത്താനെ നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അവൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നും നിരന്തരം നിങ്ങളെ പിഴപ്പിക്കാനായി നിങ്ങളെ കൂടെയുണ്ടെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണല്ലോ സൂറത്ത് യാസീൻ. അൽബുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് യാസീനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അലം അഹദിലൈക്കും യാ ബനി ആദം
അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിന്റെ മക്കളെ, നിങ്ങൾക്ക് നാം അറിയിച്ചു തന്നിട്ടില്ലയോ, നിങ്ങൾക്ക് നാം അറിയിച്ചു തന്നിട്ടില്ലയോ, അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ പിശാചിന്റെ അടിമകളാകരുത്, നിങ്ങൾ പിശാച് പറയുന്നത് കേൾക്കരുത്, അവന് നിങ്ങൾ അടിമപ്പെട്ടു പോകരുത്. ഇന്നഹു ലകും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാൻ. മുഅ്മിനേ, നമ്മുടെ ശത്രുവെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ നമ്മളെ പരാജയപ്പെടുത്തും, അവൻ നമ്മളെ അപകടത്തിൽപ്പെടുത്തും. മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമായ ഷർറുകളൊന്നും നമുക്കുണ്ടാവുകയില്ല. നമ്മുടെ മിത്രത്തെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകേണ്ട ചില നേട്ടങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം, കിട്ടേണ്ട ചില ഉപകാരങ്ങൾ കിട്ടിയില്ലെന്ന് വന്നേക്കാം. പക്ഷേ ശത്രുവിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് വലിയ നാശവും നഷ്ടവും നമുക്കുണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്രയോ ആയത്തിലൂടെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഹലാലുൻ ത്വയ്യിബ മാത്രമേ കഴിക്കാവൂ. ഉടനെ പറഞ്ഞു, ശ്രദ്ധിക്കണം, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, ശൈത്വാന്റെ മാർഗം നിങ്ങൾ പിൻപറ്റരുതേ, ശൈത്താനെ നിങ്ങൾ വഴിപ്പെടരുതേ. ഇന്നഹു ലകും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാൻ. മനുഷ്യരെ, നിങ്ങൾ ഹലാലും ത്വയ്യിബ മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞു. ചില ഘട്ടങ്ങൾ പിശാച് പെട്ടെന്ന് കടന്നു വരാൻ സാധ്യതയുള്ള ഘട്ടങ്ങൾ അത് പറഞ്ഞിട്ട് ഖുർആൻ അവിടെ ഓർമ്മപ്പെടുത്തും. ശ്രദ്ധിക്കണം, ശൈത്താനെ ശ്രദ്ധിക്കണം. സ്വാഭാവികമായും മനുഷ്യന് സമ്പത്തിനോടുള്ള പ്രിയം കൊണ്ട് ഹലാലും ഹറാമും നോക്കാതെ അവൻ സമ്പത്ത് ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി ഹലാലും ഹറാമും നോക്കാതെ അവൻ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ഉടനെ അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഹലാലുൻ ത്വയ്യിബ മാത്രമേ നിങ്ങൾ കഴിക്കാവോ, നിങ്ങൾ ഉപയോഗപ്പെടുത്താവോ. അത് പെട്ടെന്ന് പിശാച് കടന്നു വരാൻ സാധ്യതയുള്ള മേഖലയാ. അതുകൊണ്ട് വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, ശൈത്താന്റെ മാർഗം നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലകും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ഇങ്ങനെ എത്ര ആയത്തുകളാണ്. അല്ല മുഅ്മിനേ, പിശാച് നമ്മളുടെ ശത്രുവാണെന്ന് വിശുദ്ധ ഖുർആൻ അനവധി ആയത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ട് ആ പിശാചിനെ കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കിയവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട്. എത്രയോ ആയത്തിലൂടെ അല്ലാഹു ആവർത്തിച്ച് പറയാണ്, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാ. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. മുഅ്മിനീങ്ങളെ, നിങ്ങളിങ്ങനെ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞ് നടന്നാ മതിയോ? നിങ്ങളിങ്ങനെ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞ് പേരിൽ മാത്രം മുഅ്മിനീങ്ങളായാൽ പോരാ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഈ ഇസ്ലാമിയത്തിലേക്ക് ഒന്ന് പൂർണ്ണമായി നിങ്ങൾ പ്രവേശിക്കൂ. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വും
മുബീൻ. ശൈത്താന്റെ മാർഗം പിന്തുടരല്ല, അവൻ തിന്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായി ദുർബോധനം നടത്തുമല്ലോ, നിങ്ങളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുമല്ലോ. ആ വഴിയിലേക്ക് പോകല്ല, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാൻ. അങ്ങനെ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പിശാചിനെ കുറിച്ച് നമ്മുടെ ശത്രുവാണെന്ന് പറയുമ്പോൾ എന്താണ് ആ ശൈത്താനെന്നും അവന്റെ സ്വഭാവം എന്താണെന്നും അവൻ നമ്മളെ എങ്ങനെയാണ് തിന്മയിലേക്ക് നയിക്കുന്നത് എന്നും മുഅ്മിനെ നമ്മൾ പഠിക്കണ്ടേ, അത് നമ്മൾ അറിയണ്ടേ, അത് നമ്മളുടെ ബാധ്യതയല്ലേ. അല്ലാഹു ശൈത്താന്റെ സകല ശർറുകളെ തൊട്ടും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ശൈത്താന്റെ ചതികളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിനോട് ശൈത്താൻ ശപഥം ചെയ്തിട്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എന്താണ് ശപഥം ചെയ്തത്? അല്ലാഹുവേ, സ്വർഗത്തിലേക്കുള്ള വഴി അത് സിറാത്തുൽ മുസ്തഖീമാണല്ലോ, ആ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ കുത്തിയിരിപ്പ് നടത്തുക തന്നെ ചെയ്യും. എന്നിട്ട് ആരാണോ യഥാർത്ഥ വിശ്വാസവുമായി, യഥാർത്ഥ ആദർശവുമായി, യഥാർത്ഥ വഴിയിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്നത്, അവരിലേക്ക് 4 മാർഗത്തിലൂടെയും ഞാൻ കടന്നു ചെന്ന് ആ വഴിയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തുമെന്ന് അല്ലാഹുവിനോട് ശപഥം ചെയ്തിട്ടാണ് ഇബ്ലീസ് ഇറങ്ങി വന്നിട്ടുള്ളത്. മുഅ്മിനെ നമ്മൾ പേടിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, ഖാല ഫബിമാ ഗവൈതനി ലഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. വല്ലാത്ത ഒരായത്താണ് ഇത്, നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഖാല ഫബിമാ അഗ്വൈതനി, ഇബ്ലീസ് അല്ലാഹുവിനോട് പറയാണ്, ഇബ്ലീസ് അല്ലാഹുവിനോട് ശപഥം ചെയ്ത് പറയാണ്, ഫബിമാ അഗ്വൈതനി, നീ എന്നെ വഴികേടിലാക്കിയല്ലേ, നീ എന്നെ വഴികേടിലാക്കിയല്ലേ. ഈ ആദമിന് സുജൂദ് ചെയ്യാത്ത കാരണത്താൽ നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, എന്നെ വഴികേടിലാക്കി. എങ്കിൽ നിനക്കൊരു കാര്യം കേൾക്കണോ? ഇബ്ലീസ് ഇലാഹായ റബ്ബിനോട് പറയുകയാ, ലഖഉദന്ന ലഹും അലാ സിറാത്തിക്കൽ മുസ്തഖീം. ഈ ആദമിന്റെ കാരണത്താലല്ലേ നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആദമിന്റെ മക്കൾ സ്വർഗം ലക്ഷ്യമാക്കി സിറാത്തുൽ മുസ്തഖീമിലൂടെയാണല്ലോ കടന്നു വരുന്നത്. ആ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ കുത്തിയിരിപ്പ് നടത്തുക തന്നെ ചെയ്യും. ലഅഖഉദന്ന ലഹും അലാ സിറാത്തിക്കൽ മുസ്തഖീം. അവര് ആദമിന്റെ മക്കൾ സ്വർഗത്തിലേക്ക് ഒറ്റ വഴിയല്ലേ ഉള്ളൂ, അത് സിറാത്തുൽ മുസ്തഖീമല്ലേ. 5 നേരം റബ്ബിന്റെ മുന്നിൽ കൈകെട്ടിയിട്ട് നമ്മൾ തേടുന്നുണ്ടല്ലോ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ ചേർത്ത് തരണം, ആ വഴിയിലേക്ക് എന്നെ ചേർത്ത് തരണം. കാരണം സ്വർഗത്തിലേക്ക് ആ ഒരു വഴിയേ ഉള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മൾ ആ വഴിയിൽ ഉറച്ചു നിർത്തട്ടെ. അല്ലാഹു ആ വഴിയിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ തൗഫീഖ് തരട്ടെ. നരകത്തിലേക്ക് ഒരുപാട് വഴികളുണ്ട്, നരകത്തിലേക്ക് ഒരുപാട് വഴികളുണ്ട്. സ്വർഗത്തിലേക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് സിറാത്തുൽ മുസ്തഖീമാണ്. ഇബ്ലീസ് പറയാ, സിറാത്തുൽ മുസ്തഖീമിലൂടെ ആ സ്വർഗം ലക്ഷ്യമാക്കി നിനക്ക് വഴിപ്പെട്ട് നിന്നിൽ വിശ്വസിച്ച് യഥാർത്ഥ വിശ്വാസവും ആദർശവുമായി കടന്നു വരുന്നവർ, അവരെ വഴിതെറ്റിക്കാനായി ആ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ കുത്തിയിരിപ്പ് നടത്തുക തന്നെ ചെയ്യും. എന്നിട്ട് ആരാണോ ആ വഴിയിലൂടെ കടന്നു വരുന്നത്, സുമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ.
ആരാണോ ആ വഴിയിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു വരുന്നത് അവരിലേക്ക് ഞാൻ കടന്നു ചെല്ലുമല്ലോ. മിമ്പൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെ, അവരുടെ പിന്നിലൂടെ, അവരുടെ വലതു ഭാഗത്തിലൂടെ, അവരുടെ ഇടതു ഭാഗത്തിലൂടെ, അങ്ങനെ 4 വഴിയിലൂടെയും അവരിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നതാ. അവരെ ആ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ, ആ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ ഞാൻ പരിശ്രമം നടത്തുന്നതാണ്. വലാ തജിദു അക്സറഹും ശാകിരീൻ. അല്ലാ, നിനക്ക് കാണാ, നിനക്ക് ഞാൻ കാണിച്ചു തരാ, ആ കൂട്ടത്തിൽ അധികം ആളുകളും നന്ദിയുള്ളവരാവില്ല. നിനക്ക് നന്ദികേട് കാണിച്ച് ജീവിക്കുന്നവരായി അവരെ ഞാൻ മാറ്റിയെടുക്കും. അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള വഴികൾ ഞാൻ ആസൂത്രണം ചെയ്യും. ഇങ്ങനെ അള്ളാഹുവിനോട് ശപഥം ചെയ്തിട്ടാണ് ഇബ്ലീസ് ഇറങ്ങി വന്നിട്ടുള്ളത്. അള്ളാഹുവേ, അവന്റെ ചതിയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനെ തിരിച്ചറിയണം, ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളെ തിരിച്ചറിയണം. പിശാചിന്റെ വലയിൽ പെട്ടു പോകണ്ട. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, ഏത് മനുഷ്യന്റെ കൂടെയും ശൈത്താൻ ഉണ്ടാകും. ശൈത്താൻ കൂടെയില്ലാത്ത ഒരാളുമില്ല എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മനുഷ്യന്റെ കൂടെയും നരകത്തിലേക്ക് അവനെ പ്രേരിപ്പിക്കാൻ, നരകത്തിന്റെ വഴിയിലേക്ക് അവനെ എത്തിക്കാൻ, തിന്മ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കാൻ അവന്റെ കൂടെ ശൈത്താൻ ഉണ്ടാവും. ശൈത്താൻ കൂടല്ലാത്ത ഒരാളുമില്ല. അന്നിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനശ് ശൈത്വാനി വഖരീനുഹു മിനൽ മലായിക. ഖാലൂ വ ഇയ്യാക യാ റസൂലല്ലാഹ്. ഖാല വ ഇയ്യായ വലാകിന്നി ആനനി അല്ലാഹു അലൈഹി വ അസ്ലമ വലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ. വല്ലാത്തൊരു ഹദീസാണ്. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനശ് ശൈത്വാനി വഖരീനുഹു മിനൽ മലായിക. നിങ്ങളെ കൂട്ടത്തിൽ ഒരാളുമില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളുമില്ല, ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനശ് ശൈത്വാനി വഖരീനുഹു മിനൽ മലായിക. അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കും ഏൽപ്പിക്കപ്പെട്ട ഒരു ശൈത്താനും അവന്റെ കൂടെയുണ്ട്. ഇങ്ങനെ കൂടെ ശൈത്താനില്ലാത്ത, കൂടെ മലക്കില്ലാത്ത ഒരാളുമില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മനുഷ്യന്റെ കൂടെയും അവനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കാൻ, അവനെ നരകത്തിലേക്ക് എത്തിക്കാനായി അവന്റെ കൂടെ ഒരു ശൈത്താൻ ഉണ്ടാകും എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ തോന്നിപ്പിക്കുവാനായി, നന്മയിലേക്ക് അവനെ പ്രേരിപ്പിക്കുവാനായി, നന്മയുടെ വഴികൾ തുറന്നു കൊടുക്കാനായി കൂടെ ഒരു മലക്കുണ്ടാകും. ഇതില്ലാത്ത ആരുമില്ല. സഹാബികൾ ചോദിച്ചു, നബിയേ വ ഇയ്യാക യാ റസൂലല്ലാഹ്, നിങ്ങളോ നബിയേ, നിങ്ങളുടെ കൂടെയും ഉണ്ടോ ശൈത്താൻ? നിങ്ങളുടെ കൂടെയുമുണ്ടോ ഇതുപോലെ മലക്ക്? സഹാബികൾ സംശയം പ്രകടിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. സഹാബികൾ ആ സംശയം ചോദിക്കാനും ചില കാരണങ്ങളുണ്ട്. കാരണം നബി തിരുമേനി തങ്ങളെ കുറിച്ച് സഹാബികൾക്ക് നല്ല പോലെ അറിയാലോ. ഹബീബിന്റെ തൊണ്ട മുതൽ നാഭി വരെ 3 തവണ കീറുകയും ഹൃദയം പൂർണ്ണമായി ശുദ്ധിയാക്കുകയും ഹല്ലു ശൈത്താൻ, ശൈത്താന്റെ ഓഹരിയായ ഒരു ഭാഗം ഹൃദയത്തിൽ നിന്ന് മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വക്ഷഭേദനം, ആ ഒരു മഹാ അത്ഭുതം, ആ അത്ഭുതത്തിന്റെ ശാസ്ത്രക്രിയ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 തവണ നടത്തപ്പെട്ട വിവരം സഹാബികൾക്കറിയാം.
ഹബീബിന്റെ തൊണ്ട മുതൽ നാഭി വരെ കീറി. ഒന്ന് 3-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ സംരക്ഷണത്തിൽ കഴിയുമ്പോൾ മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മികായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒക്കെ വന്നിട്ട് നെഞ്ച് കീറി ഹൃദയം പുറത്തെടുത്തു. ശുദ്ധിയാക്കേണ്ടതുപോലെ ശുദ്ധിയാക്കി ഒരു കഷ്ണം ചെറുത് മുറിച്ചു മാറ്റി. പിന്നെ 10-ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിൽ കഴിയുമ്പോഴും അങ്ങനെയുണ്ടായി. മിഅ്റാജിന്റെ രാവിലും കൊണ്ടുപോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു അത്ഭുത ശാസ്ത്രക്രിയ നടന്നു. അന്ന് ഒരു കഷ്ണം മുറിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ഹാദാ ഹല്ലു ശൈത്വാനി മിൻക. ഹൃദയത്തിലല്ലേ ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കുക? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ശൈത്താൻ വസ്വാസ് ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണല്ലോ. എങ്കിൽ ഹബീബിന്റെ ഹൃദയത്തിൽ നിന്ന് ശൈത്താന്റെ ആ ഹല്ല്, ആ ഓഹരി മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സഹാബികൾ ചോദിച്ചു, നബിയേ വഇയ്യാക യാ റസൂലല്ലാഹ്, നിങ്ങളെ കൂടെയും ശൈത്താനുണ്ടോ നബിയെ? മാത്രമല്ല ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, മർആനി ഫിൽ മനാം ഫകഅന്നമാ റആനി ഫിൽ യഖ്ളാ ലിഅന്ന അശ്ശൈത്വാന ലാ യതമസ്സലു ബി. നിങ്ങൾ ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ, അല്ലാഹു തൗഫീഖ് തരട്ടെ, ഹബീബിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ഹബീബിനോട് സ്വപ്നത്തിൽ സംസാരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, മർആനി ഫിൽ മനാം, നിങ്ങൾ ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെയായിരിക്കും. ലിഅന്ന ശൈത്വാന ലാ യതമസ്സലു ബി, കാരണം എന്റെ രൂപത്തിൽ വരാൻ ശൈത്വാന് കഴിയില്ല. നബി തിരുമേനി തങ്ങളുടെ രൂപത്തിൽ പോലും വരാൻ ശൈത്താന് കഴിയൂല. അങ്ങനെയൊക്കെ ആയപ്പോൾ സഹാബികൾക്ക് സ്വാഭാവികമായും സംശയമുണ്ടായി, ഈ പിശാചി എല്ലാവരുടെയും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, നബി തിരുമേനി തങ്ങളുടെ കൂടെയും ഉണ്ടാകുമോ ശൈത്താൻ? അവരെ ചോദിച്ചു, നബിയെ വഇയ്യാക യാ റസൂലല്ലാഹ്, നിങ്ങളുടെ കൂടെയും ശൈത്താനുണ്ടോ നബിയെ? ഖാല വഇയ്യായ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്താ സംശയം, എന്റെ കൂടെയുമുണ്ട്. എന്റെ കൂടെയുമുണ്ട് ശൈത്താൻ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണം, ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. വലാകിന്നി ആനനി അല്ലാഹു അലൈഹി വഅസ്ലമ വലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ. പക്ഷെ എന്റെ ശൈത്താനും നിങ്ങളുടെ ശൈത്താനും ഒരുപോലെയല്ല. എന്റെ ശൈത്താന്റെ കാര്യത്തിൽ എന്നെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. എന്റെ ശൈത്താൻ ഒരു മുസ്ലിമിനെ പോലെ കീഴൊതുങ്ങി അനുസരണയോടുകൂടെ മാത്രമേ എന്നോട് വർത്തിക്കൂ. വലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, ഖൈറായ കാര്യമല്ലാതെ, നല്ലതല്ലാതെ എന്റെ പിശാച് എന്നോട് പറയില്ലെന്ന് അഷ്റഫുൽ വറായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനേ, എന്തിനാണ് ഇത് പറയുന്നതെന്നറിയോ? നാം ഓരോരുത്തരും തിരിച്ചറിയണം, നമുക്ക് ഹൃദയത്തിൽ ദുർചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ ഉണ്ടാക്കി തരാനായി നമ്മളുടെ കൂടെ ഒരു ശൈത്താനുണ്ട്. അവന്റെ പ്രേരണകൾക്ക് നമ്മൾ വഴങ്ങിയാൽ നമ്മൾ എത്തിപ്പെടുന്നത് അഗാധമായ നരകത്തിലേക്കായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവൻ പല തന്ത്രങ്ങളും ആവിഷ്കരിക്കും. കൂടെ പിശാച് ഉണ്ടെന്ന് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഏതൊരു കുഞ്ഞും ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന സമയത്ത് തന്നെ പിശാച് ആ കുഞ്ഞിനെ കുത്തുകയാണ്. ആ കുത്ത് കൊണ്ടിട്ടാണ് കുട്ടി കരയാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു കുഞ്ഞും ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ തന്നെ ആ കുട്ടിയിൽ ഒരു കുത്താൻ, ആ കുട്ടിയിൽ ആധിപത്യം ചെലുത്താൻ ശൈത്താൻ വലിയ ശ്രമം നടത്തും. അങ്ങനെയാണ്. എന്നെ ശൈത്താൻ കുത്തിയിട്ടൊന്നുമില്ലല്ലോ, എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയണ്ട. എന്നെ ശൈത്താൻ കുത്തിയിട്ടൊന്നുമില്ലല്ലോ,
എനിക്ക് ഓർമ്മല്ല എന്നതുകൊണ്ട് ഇന്ന ശൈത്താൻ കുത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉമ്മാന്റെ വയറ്റിൽ കിടന്നിട്ടില്ല, ഞാൻ ഗർഭാശയത്തിൽ കിടന്നിട്ടൊന്നുമില്ല, എന്തേ കാര്യം, എനിക്ക് ഓർമ്മല്ല, അങ്ങനെ പറയേണ്ടി വരുമല്ലോ. ആർക്കാണ് ഈ കൂട്ടത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നത് ഓർമ്മയുള്ളത്? 5-ാം മാസം എന്തേ ഉണ്ടായി? 6-ാം മാസം എന്തുണ്ടായി? 7-ാം മാസം എന്തുണ്ടായി? അല്ലാഹു അഅലം. ഒരോർമ്മയുമില്ല. ഓർമ്മയില്ല എന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ മുഅ്മിനീങ്ങളെ? അപ്പോൾ ഏതൊരു കുഞ്ഞും ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ പിശാച് ആ കുട്ടിയിൽ ഒരു അടിയടിക്കും, ഒരു ഇടിയിടിക്കും, ആ കുട്ടിയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ യമസ്സുഹു ശൈത്വാനു ഹീന യൂലദു ഫയസ്തഹില്ലു സാരിഖം മിമസ്സി ശൈത്വാൻ غير مريم وابنها ما من مولود يولد إلا يمسه الشيطان حين يولد. ഏതൊരു കുഞ്ഞും ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ പിശാചിന്റെ ഒരു സ്പർശനം, ഒരു ആധിപത്യം ചെലുത്തൽ, ഒരു അടി, അത് ആ കുട്ടിക്ക് ഏൽക്കും. അതാ കുട്ടിക്ക് ഏൽക്കേണ്ടി വരും. ആ സമയത്ത് കുഞ്ഞ് കരയുകയല്ലേ? പ്രസവം കഴിഞ്ഞാലുടനെ കുഞ്ഞ് തേങ്ങി തേങ്ങി കരയുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാ. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ وجهد لنفسك أم تكون إذا بكوا في حال موتك لاهقا مسرورا ولدتك أمك يا ابن آدم باكيا والناس حولك لاهقا والناس حولك يضحكون سرورا. പൊന്നുമോൻ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് നീ കരയുകയായിരുന്നു. പ്രസവമൊക്കെ കഴിഞ്ഞു, സുഖപ്രസവം തന്നെയാണ്. പിന്നെ എല്ലാവർക്കും വലിയ റാഹത്ത, ചുറ്റുഭാഗത്തുള്ളവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. അതുവരെയൊക്കെ വേജാറിലായിരുന്നു. ലേബർ റൂമിൽ കയറ്റിയത് മുതൽ തന്നെ ശ്വാസടക്കി പിടിച്ച് വേജാറായി നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിവരം കിട്ടി, കുഴപ്പമൊന്നുമില്ല, പ്രസവിച്ചിട്ടുണ്ട്, സന്തോഷായി, ആശ്വാസമായി, ചുറ്റുഭാഗത്തുമുള്ളവർ റാഹത്തിലായി, പിന്നെ മധുരം വിതരണം ചെയ്യലായി, എല്ലാവർക്കും റാഹത്താണ്. പക്ഷെ ആ സമയത്ത് കുട്ടി കരയാണ്. ആ സമയത്ത് കുട്ടി തേങ്ങി തേങ്ങി കരയുകയാണ്. ഈ രൂപത്തിലാണ് പൊന്നുമോനെ, പൊന്നുമോളെ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത് എങ്കിൽ നിനക്കൊരു ദിവസം വരാനുണ്ട്. വജ്ഹദ് ലിനഫ്സിക അം തകൂന ഇദാ ബഖൗ ഫി ഹാലി മൗതിക ലാഹികൻ മസ്റൂറാ. നീ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന്, ആലമുർ റഹിമിൽ നിന്ന് ആലമുദ്ദുനിയയിലേക്ക് വന്നപ്പോ കരഞ്ഞില്ലേ? എങ്കിൽ നിനക്കിതാ ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഈ ആലമുദ്ദുനിയയിൽ നിന്ന് നിന്നെ ആലമുൽ ബർസഖിയയിലേക്ക് കൊണ്ടുപോകുമല്ലോ, നിന്നെ ഖബറിലേക്ക് കൊണ്ടുപോകുമല്ലോ. അന്ന് ചുറ്റുഭാഗത്തുമുള്ളവർ കരയുകയായിരിക്കും. ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ ചുറ്റുഭാഗത്തുമുള്ളവർ സന്തോഷത്തിലാ, അവര് നല്ല ചിരിയിലാണ്, കളിയിലാണ്. എങ്കിൽ പൊന്നുമോനെ, നിന്നെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ചുറ്റുഭാഗത്തുമുള്ളവർ സങ്കടത്തിലാണ്, അവര് കണ്ണീരിലാണ്. നിന്റെ ഭാര്യ നെഞ്ചത്തടിച്ച് കരയുകയാണ്, നിന്റെ മക്കൾ ഉപ്പയെ ചോദിച്ച് കരയുകയാണ്. വഖൽഫി കരീമാതുൻ അലയ്യ ബവാകിയാ വഫീഹിന്ന ഉമ്മി ശഖീഖി വഇത്രതി യുനാദൂന ഖൽഫൻ നഇശി മൻ ലാ യുജീബുഹും വഖദ് കുൻതു ഫിദ്ദുനിയാ സരീഅൽ ഇജാബതി
ഖൽഫി കരീമാതുൻ അലയ്യാ ബവാക്കിയാ. നിന്റെ മയ്യത്തതാ വീട്ടിൽ നിന്നെടുക്കുകയാണ്, നിന്റെ മയ്യത്ത് കട്ടിൽ ഉയർത്തുകയാണ്. ഭാര്യ പൊട്ടി പൊട്ടി കരയുകയാണ്, മക്കൾ ഉപ്പയെ ചോദിച്ച് കരയുകയാണ്. പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം, നിന്റെ ഭാര്യ കരയുന്നത് നിന്റെ ഖബറിന്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് രാത്രി ഖബറിൽ നീ തനിച്ച് കിടക്കേണ്ടി വരുമല്ലോ. നിന്റെ കാര്യം ഓർത്തിട്ടല്ല സഹോദരാ നിന്റെ ഭാര്യ കരയുന്നത്. ഭാര്യ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് ചോദിക്കുന്നത് ഇനി എനിക്കാരാണുള്ളത്? എന്റെ കാര്യം നോക്കാൻ ആരുണ്ട്? എന്റെ ചെലവ് നടത്താൻ ആരുണ്ട്? എന്നെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ ആരുണ്ട്? ഭാര്യയുടെ സങ്കടം ഭാര്യയെ കൊണ്ടുപോകാൻ ആരുമില്ല എന്നതാണ്. അതല്ലേ ഭാര്യയുടെ വിഷയം. മക്കൾക്കും പറയാനുള്ളതാണ്, ബാപ്പ പോയല്ലോ, ഇനി ഞങ്ങൾക്കാരാണ് റബ്ബേ ഉള്ളത്? ഞങ്ങളെ കാര്യം നോക്കാൻ ആരാണ് റബ്ബേ ഉള്ളത്? അതാണ് ഓരോരുത്തരുടെയും വിഷയം. മുഅ്മിനേ, നിന്റെ ഖബറിന്റെ കാര്യത്തിലല്ല അവരുടെ ബേജാറ്. അതുകൊണ്ട് നീ ചിന്തിക്കണം, ഖബറിൽ സ്വന്തം തന്നിച്ചു വിരണ്ടും മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണേ നിന്നിലെ. സ്വന്തം തന്നിച്ചു രണ്ടു മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണേ നിന്നിലെ. ആ ഒരു സമയം വരാനുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഖബറിൽ നമ്മുടെ രക്ഷക്ക് നമ്മൾ ചെയ്ത അമലല്ലേ കാര്യമായി ഉണ്ടാകൂ. അതുകൊണ്ട് പൊന്നുമോനെ, അന്ന് ചുറ്റുഭാഗത്തുമുള്ളവർ കരയുകയാ, നീയും അന്ന് കരഞ്ഞു പോകരുതേ. നീ അന്ന് സന്തോഷത്തോടെ ചിരിച്ചു പോകണം. അതുകൊണ്ട് വജ്ഹദിൽ നഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹികൻ മസ്റൂറാ. നിന്നെ കെട്ടിപ്പൊതിഞ്ഞ് നിന്റെ മയ്യത്ത് കട്ടിൽ എടുത്തു വെച്ച് ആളുകൾ കൊണ്ടുപോകുന്ന സമയത്ത് ആളുകൾ പലരും കരച്ചില്ല. പക്ഷെ നീ അന്ന് കരയരുത്. നീ അന്ന് വിളിച്ചു പറയേണ്ടത് കത്തിമൂനി കത്തിമൂനി കത്തിമൂനി. ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകൂ മനുഷ്യരെ. എന്റെ ഖബർ എനിക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഹൂറുല്യങ്ങൾ എന്നെ മാടി മാടി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്റെ ഒരു ഷാറില്ലാതെ ഒന്ന് പെട്ടെന്ന് എന്റെ ഖബറിലേക്ക് എന്നെ എത്തിച്ചു തരൂ. അങ്ങനെ വിളിച്ചു പറയാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു അതിനൊക്കെയുള്ളൊരു കാരണമായി നമ്മുടെ ഈ സംഗമം, ഈ അമീനുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനേ, എല്ലാവരും ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ കരയുകയാണ്. അതിന്റെ കാരണം പറയുകയാണ്. അഷ്റഫുൽ വറായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിശാചിന്റെ കുത്തേറ്റിട്ടാൻ. ആ സമയത്ത് തന്നെ പരമാവധി പൈശാചിക ശല്യത്തിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അങ്ങനെ വേണം. ആ സമയത്ത് പരമാവധി കുട്ടിക്കെന്തു ചെയ്യാൻ കഴിയും? ആ കുട്ടിയെ പൈശാചിക ശല്യത്തിൽ നിന്ന്, പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ. അത് രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. അതിനെന്തു വേണം? അതിനെന്തു ചെയ്യണം? ഹബീബായ നബി തങ്ങളല്ലേ പറഞ്ഞത്, വഇദാ നൂദിയ ബിസ്സലാ അദ്ബറ ശൈത്വാൻ. എവിടെ ബാങ്ക് വിളിക്കപ്പെട്ടോ അവിടുന്ന് പിശാച് പിന്തിരിഞ്ഞോടും എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് കൊടുക്കണം. കുട്ടിയുടെ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കണം. അത് രക്ഷിതാവിന്റെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. പരമാവധി നേരത്തെ കൊടുക്കാൻ ശ്രമിക്കണം. ആദ്യമായി കേൾക്കുന്ന വചനം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മളുടെ പൊന്നു മക്കളുടെ കാത് അല്ലാഹു അക്ബർ എന്ന വാക്കുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിയണം. എങ്കിൽ പിശാച് അവിടുന്ന് അകന്ന് പോകുമെന്ന് അഷ്റഫുൽ വറായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാര്യത്തിലൊന്നും അശ്രദ്ധ പാടില്ല മോമിനിങ്ങളെ. അതൊക്കെ ഒരു പശയാണ്. തലച്ചോറിൽ നമ്മൾ തേച്ചു പിടിപ്പിക്കേണ്ട ഒരു പശയാണ്. ചില രക്ഷിതാക്കളൊക്കെ വലിയ സങ്കടത്തോടുകൂടെ പറയാറുണ്ട്, കുട്ടിക്ക് ഖുർആൻ എത്ര തവണ ഓതിക്കൊടുത്താലും അതവന്റെ തലേക്കങ്ങ് കയറുന്നില്ല.
വേറെന്ത് വിഷയത്തിനും നല്ല ഉഷാറാണ്, വേറെ എല്ലാ കാര്യത്തിനും വലിയ ഉഷാറാണ്. പാട്ടും കാര്യങ്ങളൊക്കെ ഒറ്റടിക്ക് അവൻ കാണാപ്പാടം പഠിക്കും. പക്ഷെ ഖുർആൻ അങ്ങോട്ട് ഓതിക്കൊടുത്താൽ അത്തരം കാര്യങ്ങളോട് ഒരു താല്പര്യവുമില്ല, അതവന്റെ തലയിലേക്ക് കയറുന്നില്ല എന്ന് പലപ്പോഴും രക്ഷിതാക്കൾ സങ്കടം പറയാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ആദ്യമായി തലച്ചോറിലേക്ക് നമ്മൾ കയറ്റേണ്ട പശ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആ വചനമാകണം. എന്നാൽ അതിനോട് താല്പര്യമുണ്ടാകും, അത്തരം കാര്യങ്ങൾ കേൾക്കാൻ വലിയ ആവേശവും ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരമാവധി നേരത്തെ. അപ്പൊ അതിന്റെ മുമ്പ് പല വർത്താനങ്ങളൊക്കെ കുട്ടികൾ കേട്ടിട്ടുണ്ടാവില്ലേ, അതൊന്നും നമ്മൾ നോക്കണ്ട. ഔദ്യോഗികമായി ആദ്യമായി നമ്മൾ കേൾപ്പിക്കേണ്ട വചനം ഇതാവണം. ഔദ്യോഗികമായി കേൾപ്പിക്കുന്ന വചനം അല്ലാഹു അക്ബർ എന്ന വചനമാകണം. അല്ലാതെ പലതും കേട്ടിട്ടുണ്ടാവില്ലേ, അത് വിഷയാക്കണ്ട. നമ്മളൊരു വീട് നിർമ്മിച്ചു, ആ വീടിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പാണക്കാട് തങ്ങളെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞാൽ നമ്മൾ പറയും, എന്റെ വീട്ടിലേക്ക് ആദ്യമായി കയറിയത് മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളാണ്, അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് ആദ്യമായി കയറിയത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദാണ്. അങ്ങനെ പലരും പറയാറുണ്ട്. എന്റെ വീട് ഉദ്ഘാടനം ചെയ്തത് കണ്ണിയത്ത് ഉസ്താദാണ്, എന്റെ വീട് ഉദ്ഘാടനം ചെയ്തത് ഒരു അമുസ്ലിമായ ചേളാരിയുള്ള ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് ആദ്യമായി കയറിയത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അതൊരു മനുഷ്യനായിരുന്നു. ഞാൻ തങ്ങളോട് വീടിന്റെ പണി തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു, തങ്ങളെ, എന്റെ വീടിന്റെ പണി കഴിഞ്ഞാൽ ആദ്യമായി എന്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറണം, അതാണ് എന്റെ ആഗ്രഹം. സന്തോഷത്തോടുകൂടെ തങ്ങളവർകൾ അത് ഏറ്റെടുക്കുകയും എന്റെ വീട്ടിലേക്ക് വരികയും ചെയ്തു. ആദ്യമായി എന്റെ വീട്ടിലേക്ക് കയറിയത് പാണക്കാട് തങ്ങളാണ്, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. എന്തേ അതിന്റെ അർത്ഥം? അതിന്റെ മുമ്പ് ആരും ആ വീട്ടിലേക്ക് കയറിയിട്ടില്ല എന്നാണോ? അല്ല, ഔദ്യോഗികമായി ആദ്യമായി കയറുന്നത് തങ്ങളാണ്. എന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കാതിലേക്ക് ഔദ്യോഗികമായി ആദ്യമായി കേൾപ്പിക്കുന്ന വചനം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ തക്ബീറിന്റെ മന്ത്രധ്വനിയാകണം മുഅ്മിനേ. ആ കാര്യത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുക, അതിനുശേഷം വലത് ചെവിയിൽ തന്നെ 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതി കേൾപ്പിക്കേണ്ടതാണ്. അതിന് തവണ വലത് ചെവിയിൽ തന്നെ, അതിനുശേഷം വലത് ചെവിയിൽ തന്നെ അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ഈ അഭയ പ്രാർത്ഥനയും വലത് ചെവിയിൽ കേൾപ്പിക്കണം. അതിനുശേഷം ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. ഇതാണ് അതിന്റെ പൂർണ്ണമായ രൂപമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയുടെ 9-ാം വാല്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുക, അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ്. അത് വല്ലാത്തൊരു സൂറത്തല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്ത് 3 തവണ കുട്ടിയെ കേൾപ്പിക്കണം. അതിനുശേഷം അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഈ കുട്ടിക്കും പരമ്പരക്കുമൊക്കെ പൈശാചിക സ്പർശനങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷയുണ്ടാകാനായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയും വലത് ചെവിയിൽ, അതിനുശേഷം ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. ഇങ്ങനെ ആദ്യമായി നമ്മുടെ മക്കളുടെ മസ്തിഷ്കത്തിലേക്ക് ഇത് കയറ്റിക്കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും മുഅ്മിനീങ്ങളെ. അല്ലാഹു റബ്ബുൽ ഇസ്സ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറിയ കുട്ടിയല്ലേ, അത് കേട്ടിട്ട് എന്ത് കാര്യം? അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. പ്രത്യേകിച്ച് 0 മുതൽ 2 വയസ്സ് വരെയുള്ള പ്രായം കുട്ടികളുടെ മസ്തിഷ്കം കാര്യങ്ങളൊക്കെ വല്ലാതെ ക്യാച്ച് ചെയ്യുന്നൊരു സമയമാണ്. ആ സമയത്ത് മക്കൾ എന്ത് കേൾക്കുന്നു, ആ സമയത്ത് മക്കൾ എന്ത് കാണുന്നു, അതിനനുസരിച്ച് ആ മക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പഴയ കാലങ്ങളിലൊക്കെ നമ്മളുടെ മക്കൾക്ക് ആ താരാട്ട് തൗഹീദിന്റെ വചനങ്ങൾ പാടിയിട്ട് വല്യമ്മമാരും ഉമ്മമാരും ഉറക്കുമായിരുന്നു.
ഇഷ്ടമായിരുന്നു. സത്യത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ വചനം പാടി തൊട്ടിലിൽ മക്കളെ ആട്ടി ഉറക്കുന്നതോടൊപ്പം ഈ തൗഹീദിന്റെ ശീലുകൾ കുട്ടിയുടെ മസ്തിഷ്കത്തിലേക്ക് കയറാൻ. അത് ചെറിയ കുട്ടിയല്ലേ, 2 മാസല്ലേ ആയുള്ളൂ, 6 മാസല്ലേ ആയുള്ളൂ, 8 മാസല്ലേ ആയുള്ളൂ. ആ കുട്ടി എന്ത് കേട്ടിട്ടുണ്ട്? അങ്ങനെ ചിന്തിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മമാര് മക്കളെ പാടി ഉറക്കുകയാണ്. മക്കളാ തൗഹീദിന്റെ വചനങ്ങൾ അങ്ങനെ കേൾക്കുകയാണ്. ആ വചനങ്ങൾ മക്കളുടെ മസ്തിഷ്കത്തിലേക്ക് കയറുകയാണ്. മുഅ്മിനെ അത് മക്കളിൽ വലിയ സ്വാധീനമുണ്ടാക്കും. അതാ മക്കളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ശ്രദ്ധിക്കണം, മൗലൂദിന്റെ വചനങ്ങളൊക്കെ കുട്ടികളെ കേൾപ്പിക്കണം. സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശാഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി അന്ത തത്ലഉ ബൈനനാ. പരിശുദ്ധമായ ആ മൗലൂദിന്റെ വചനങ്ങൾ അതൊക്കെ അങ്ങനെ കേൾക്കുന്നതിനനുസരിച്ച് അതിനോടൊക്കെ വല്ലാത്ത ഒരു ഇഷ്ടം, ഒരു ഇഷ്ക് നമ്മളെ മക്കളെ കൽബിലുണ്ടാകും. അതുകൊണ്ട് രക്ഷിതാക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മക്കളെ കൊണ്ട് 2 വീട്ടിലും സന്തോഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മജ്ലിസിൽ മക്കൾ ഹാഫിളീങ്ങളാവാനൊക്കെ സ്വർണങ്ങൾ നൽകിയിട്ട് പോലും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധ റമളാന്റെ ബറക്കത്ത് കൊണ്ട് സാലിഹീങ്ങളായ മക്കളെ നൽകി ഹാഫിളീങ്ങളായ മക്കളെ കൊണ്ട് അള്ളാഹു അവരെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ശൈത്താൻ സ്പർശിക്കുകയാണ്. ശൈത്താൻ ആ കുട്ടിയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയാ. ഹബീബായ നബി പറഞ്ഞു, ഗൈറ മറിയമ വബ്നഹാ. പിശാചിന്റെ ഈ കുത്തേൽക്കാതെ ഭൂമിയിലേക്ക് വന്നത് 2 ആളുകളാണ്. ആരാണവരെന്നറിയണ്ടേ? ഗൈറ മറിയമ വബ്നഹാ. അത് മറിയം ബീവിയും മറിയം ബീവിയുടെ മകനായ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. അവർക്ക് അവരുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ ശൈത്താന്റെ കുത്തേറ്റിട്ടില്ല. അതിന്റെ കാരണവും നബി തിരുമേനി തങ്ങൾ പറഞ്ഞു. അത് മറിയം ബീവിയുടെ ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതാണ്. മറിയം ബീവിയുടെ ഉമ്മ ഗർഭിണിയായത് മുതൽ, ഹന്ന ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായത് മുതൽ നിരന്തരം ദുആ ചെയ്യുമായിരുന്നു, അള്ളാഹുവേ എൻ്റെ വയറ്റിലുള്ള ഈ കുഞ്ഞും ആ കുഞ്ഞിന്റെ പരമ്പരയും പിശാചിന്റെ സ്പർശനത്തിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണമേ അല്ലാ. നിരന്തരം മറിയം ബീവിയുടെ ഉമ്മ ദുആ ചെയ്യുമായിരുന്നു. ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. അതിന്റെ ഫലമായി മറിയം ബീവിയെയും മകൻ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പിശാച് സ്പർശിച്ചിട്ടില്ല എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ, നമ്മൾ ആലോചിക്കണം, ഇങ്ങനെ നമ്മളുടെ ജന്മം മുതൽ, ജനിച്ച് വീണത് മുതൽ, പിറന്ന് വീണത് മുതൽ നമ്മുടെ പിന്നാലെ കൂടിയതാണ് ശൈത്വാന്. മരണം വരെ അവൻ നമ്മളുടെ പിന്നാലെയാ. അവനേറ്റവും വലിയ ദുൽമുണ്ടാക്കുന്നത്, അവനേറ്റവും വലിയ പരിശ്രമം നടത്തുന്നത്, നമ്മളുടെ ഹിദായത്ത് തെറ്റിക്കാൻ ശ്രമിക്കുന്നത് മരണത്തിന്റെ ഘട്ടത്തിലായിരിക്കുമെന്നും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ശ്രമം നടത്തുന്ന സമയം മരണത്തിന്റെ ഘട്ടത്തിലാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനെ, ഭയപ്പെടണം. മുഅ്മിനെ, ഇലാഹായ റബ്ബിനോട് കാവൽ ചോദിക്കണം. മുഅ്മിനെ, ഹബീബായ നബി തങ്ങൾ പോലും നിരന്തരം റബ്ബിനോട് ദുആ ചെയ്തതാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്. അല്ലാഹ്, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്. പടച്ചോനെ, മരണത്തിന്റെ ഘട്ടത്തിൽ പിശാച് എന്നിൽ ആധിപത്യം ചെലുത്തുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും കാവൽ ചോദിച്ചെങ്കിൽ
മുഅ്മിനേ, നമ്മുടെ കാര്യം നമ്മൾ എങ്ങനെ കാവൽ ചോദിക്കണം? അള്ളാഹുവിന്റെ ഹളറത്ത് ഖുദ്സിയിലേക്ക് അള്ളാഹു കൊണ്ടുപോയി ആദരിച്ച നബിയല്ലേ അഷ്റഫുൽ വറായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ-ഉലമി. ചൊല്ലി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ വബിത്ത തർഖായിലാ അന്നിൽത മൻസിലതൻ മിൻ ഖാബ ഖൗസൈനി ലം. ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇലാഹായ റബ്ബവന്റെ ഹളറത്ത് ഖുദ്സിയിലേക്ക് കൊണ്ടുപോയി അമ്പും വില്ലും അടുക്കുന്നത് പോലെ അള്ളാന്റെ ഹബീബും അള്ളാഹുവും അടുക്കുകയാണ്. എന്നിട്ടോ മുഅ്മിനേ, ആ മുത്ത് നബി പോലും അള്ളാഹുവിനോട് നിരന്തരം കാവൽ തേടുകയാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത്. അല്ലാഹുവേ, മരണത്തിന്റെ ഘട്ടത്തിൽ ശൈത്താൻ എന്നിൽ ആധിപത്യം ചെലുത്തുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനേ, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യയിൽ രേഖപ്പെടുത്തിയത് കാണാം. പലപ്പോഴും രൂപം മാറിയിട്ട് പോലും മരണസമയത്ത് ഇബ്ലീസ് പ്രത്യക്ഷപ്പെടും. ഒരാൾ മരിക്കാൻ കിടക്കുകയാണ്, മരണവേദന ഇങ്ങനെ തുടങ്ങി. അയാൾക്ക് ഉറപ്പായി, പടച്ചോനെ റബ്ബേ, നിന്റെ മരണവേദന തന്നെയാണല്ലോ, ഞാൻ പോവുകയാണല്ലോ, ഈ ദുനിയാവിനോട് യാത്ര ചോദിക്കുകയാണല്ലോ, ഇനി എൻ്റെ വീട് ഖബറാണല്ലോ റബ്ബേ. അയാൾക്ക് ഉറപ്പായി മരിക്കുകയാണെന്ന്. ഇമാം ഗസ്സാലി തങ്ങൾ പറയാണ്, ആ സമയത്ത് ഇബ്ലീസ് കടന്നു വരും. ഒരുപക്ഷേ അവന്റെ മരണപ്പെട്ട ഉമ്മയുടെ രൂപത്തിൽ, ഒരുപക്ഷേ അവന്റെ മരണപ്പെട്ട ബാപ്പയുടെ രൂപത്തിൽ, ഒരുപക്ഷേ അവന്റെ മരണപ്പെട്ട വല്ലിപ്പയുടെ രൂപത്തിൽ, വല്യമ്മയുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഉസ്താദിന്റെ രൂപത്തിൽ അങ്ങനെയൊക്കെ കടന്നു വന്നിട്ട് പറയുന്ന വാക്ക്, മോനെ നീയും ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരികയാണല്ലേ, നീയും ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരികയാണല്ലേ. എങ്കിൽ നിന്നോട് ഈ അവസാന നിമിഷത്തിൽ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇനി പോകാനുള്ള ലോകത്തെക്കുറിച്ച് നിന്നേക്കാൾ കൂടുതൽ അറിവ് ഞങ്ങൾക്കാണ്. അവിടെ രക്ഷ വേണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇത് വിശ്വസിച്ച് ചെന്നിട്ട് കാര്യമില്ല പൊന്നുമോനെ. അതല്ല അവിടെ രക്ഷ നൽകാൻ കാരണമാകുന്ന വചനം. അതുകൊണ്ട് എൻ്റെ മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അതിൽ വിശ്വസിക്കണ്ട. എന്നിട്ട് മറ്റു പലതും പറഞ്ഞ് ക്രൈസ്തവ മതത്തെക്കുറിച്ചും അതേ പ്രകാരം തന്നെ ഈ പിശാച് തന്നെയാണ് അള്ളാഹു എന്ന വിശ്വാസത്തിലേക്കും നയിക്കുന്ന വചനങ്ങൾ പറയും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. സ്വാഭാവികമായും ഇവനവന്റെ വല്യമ്മാനോട് വലിയ സ്നേഹാണ്, വല്യപ്പയോട് വലിയ സ്നേഹാണ്, അവന്റെ ഉസ്താദിനോട് വലിയ സ്നേഹ. ഈ അവസാന സമയത്ത്, സക്കറാത്തിന്റെ സമയത്ത് ഇവര് വന്നിട്ട് ഇത് പറയുമ്പോൾ ആ സമയത്ത് ശക്തമായ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ നല്ല ഈമാൻ ഉണ്ടാകണം മുഅ്മിനീങ്ങളെ. അത് ഇബ്ലീസാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അതിന് നല്ല ഈമാൻ ഉണ്ടാകണം മുഅ്മിനീങ്ങളെ. എങ്കിലേ കഴിയൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. രൂപം മാറി വരാൻ ഇബ്ലീസിന് കഴിയുമല്ലോ. ഇബ്ലീസ് പല രൂപത്തിലും വരുമല്ലോ. ശൈത്താന് പല രൂപവും സ്വീകരിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലേ, പഠിപ്പിച്ചിട്ടില്ലേ? അടിസ്ഥാനപരമായി കാണാൻ പറ്റിയ രൂപത്തിലല്ല ശൈത്താനെങ്കിലും പല രൂപത്തിലും ശൈത്താന് വരാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അടിസ്ഥാനപരമായി കാണാൻ പറ്റിയ രൂപത്തിലല്ല ശൈത്താനെ അല്ലാഹു പടച്ചിട്ടുള്ളത്. യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ കമാ ഖറജ അബവൈകും മിനൽ ജന്നah
യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, മക്കളെ ശൈത്താൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. ആദമിന്റെ മക്കളെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത് തന്നെ. നിങ്ങളെ വല്യപ്പല്ലേ ആദം? ആദമിനെ സ്വർഗത്തിൽ നിന്നവൻ പറ്റിച്ചില്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കഴിക്കരുത് എന്ന് പറഞ്ഞ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ ആ പഴം പല ദുർബോധനങ്ങളും നടത്തി ഇബ്ലീസ് കഴിപ്പിച്ചില്ലേ? ആ ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, ശൈത്താൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളെ വല്ലിപ്പയെയും വല്ലിമ്മയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അവൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. മുഅ്മിനേ, ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ വാക്കൊന്ന് ഗൗരവത്തിൽ കണക്കിലെടുക്കണം കേട്ടോ. നിങ്ങളെ വല്ലിപ്പയെയും വല്ലിമ്മയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ ആദമിന്റെ മക്കളെ നിങ്ങളെ അവൻ ഫിത്നയിലാക്കാതിരിക്കട്ടെ. എങ്ങനെ വല്ലിപ്പാനും വല്യമ്മാനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്? അപ്പം വലിയ ആളായിട്ട് ചെന്നിട്ട് ചില വയല് പറഞ്ഞു കൊടുത്തതാ. ചില വയലുകൾ പറഞ്ഞു കൊടുത്തു. ആദം നബിക്ക് തോന്നിപ്പോയി, ഇത് എന്റെ ഗുണത്തിന് വേണ്ടി പറയാണ്, ഇതെന്റെ നേട്ടത്തിന് വേണ്ടി പറയാണ്. ആ ഒരു രീതിയായിരുന്നു ഇബ്ലീസ് സ്വീകരിച്ചിരുന്നത്. ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹവ്വാ ബീവിയോടും അല്ലാഹു പറഞ്ഞു, സ്വർഗത്തിലേക്ക് കയറിക്കോളൂ, ഇഷ്ടമുള്ള പഴങ്ങൾ ഭക്ഷിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഒരൊറ്റ ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഇതിന്റെ അടുത്തേക്ക് വരണ്ട. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം ഹവ്വയെയും കൂട്ടി സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോളൂ. വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, ഇഷ്ടമുള്ളത് കഴിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു കാര്യം, ഒറ്റ ഒരു കാര്യം, വലാ തഖറബ ഹാദിഹി ശജറ, ഈ മരത്തിന്റെ അടുത്തേക്ക് വരണ്ട, അതിൽ നിന്ന് നിങ്ങൾ പഴം ഭക്ഷിക്കണ്ട. അത് വലിയ പ്രശ്നമാണ്. ആദം നബിക്കൊരു വിഷയവുമില്ല. കാരണം ഒറ്റ ഒരു മരത്തിൽ നിന്നല്ലേ പഴം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. സ്വർഗത്തിൽ അല്ലാതെ തന്നെ കൊടാനക്കോടി മരങ്ങളില്ലേ? മാത്രമല്ല സ്വർഗത്തിന്റെ മരങ്ങളുടെ വലുപ്പം തന്നെ മുത്തറസൂൽ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ താഴ്ഭാഗത്ത് നിന്ന് അതിന്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ 100 കൊല്ലം കുതിരപ്പുറത്ത് യാത്ര ചെയ്യേണ്ടി വരും. ഒരു മരത്തിന്റെ വലുപ്പാണ് സ്വർഗത്തിൽ. അതിന്റെ താഴ്ഭാഗത്ത് നിന്ന് അതിന്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ 100 കൊല്ലം കുതിരപ്പുറത്ത് യാത്ര ചെയ്യണം. അങ്ങനത്തെ വലിയ മരങ്ങൾ, യഥേഷ്ടം പഴങ്ങൾ. അപ്പോൾ പിന്നെ ഒരൊറ്റ മരത്തിൽ നിന്ന് മാത്രം പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞതിൽ എന്ത് വിഷമിക്കാനാ? ഒരു പ്രയാസമില്ല. അപ്പോഴാണ് ഇബ്ലീസ് കടന്നു ചെന്നു. ഇബ്ലീസ് കടന്നു ചെന്നിട്ട് ചോദിച്ചത്, ആദം, സ്വർഗത്തിലെ ഏത് മരത്തിൽ നിന്നും പഴം ഭക്ഷിക്കാം, അതിന് യാതൊരു വിരോധവുമില്ല. ഈ ഒരൊറ്റ മരത്തിൽ നിന്ന് മാത്രം പഴം ഭക്ഷിക്കരുതെന്ന് എന്തിനാണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുള്ളത്? എന്താണ് അതിന്റെ രഹസ്യം? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി കൊടുത്തു, അതെനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതെന്തിന് ഞാൻ അന്വേഷിക്കണം? അല്ലാത്ത മരത്തിൽ നിന്നൊക്കെ കഴിക്കാമല്ലോ, അള്ളാഹു പറഞ്ഞതനുസരിച്ചാൽ പോരെ. അപ്പോൾ അവൻ പറഞ്ഞു, ആദമേ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. അങ്ങനെ ദേഷ്യപ്പെടരുത്. ഞാൻ നിങ്ങൾക്ക് ഗുണമാഗ്രഹിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി പറയുകയാണ്. ഗുണകാംക്ഷയല്ലാതെ മറ്റൊന്നും എനിക്കില്ല. എന്നിട്ട് പറഞ്ഞു, ഉള്ള സംഭവം തുറന്ന് പറയാലോ. ആദം, സ്വർഗത്തിലെ ഏത് മരത്തിൽ നിന്നും പഴം ഭക്ഷിക്കാം, ഈ ഒരൊറ്റ മരത്തിൽ നിന്ന് മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞതിൽ നിങ്ങളുടെ റബ്ബിന് ചില താല്പര്യങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. എന്താണ് ആ ലക്ഷ്യമെന്ന് കേൾക്കണ്ടേ? മാനഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. ആദം, 2 താല്പര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിലൊന്ന്, ഈ മരത്തിൽ നിന്ന് ആര് പഴം ഭക്ഷിച്ചാലും ഇല്ല അൻ തകൂനാ മലകൈൻ, മലക്കായി മാറും ആദമേ.
അങ്ങനെ ഒരു പ്രത്യേകതയുള്ള മരമാണ് ഈ മരം. ഈ മരത്തിൽ നിന്ന് ആര് പഴം ഭക്ഷിക്കുന്നുവോ ഇല്ല അന്തഖൂന മലക്കേൻ, മലക്കായി മാറും. അപ്പൊ ആദം നബി ചിന്തിക്കുക, പടച്ചോനെ മലക്കായി മാറുകയോ? മലക്കുകളാരാ 24 മണിക്കൂറും എന്ന പോലെ ഇലാഹായ റബ്ബിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന പരിശുദ്ധരല്ലേ മലാക്കമാർ. മലക്കായി മാറുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഗതിയാണല്ലോ. ഒന്ന് കഴിച്ചു നോക്കിയാലോ എന്ന് ആദം നബിക്ക് തോന്നിപ്പോയി. പിന്നെ പറഞ്ഞത് അല്ലെങ്കിലോ ഔ തകൂന മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ ആദം ഇനി മലക്കായി മാറിയിട്ടില്ലെങ്കിലോ ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കലോടുകൂടെ പിന്നെ ആളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അല്ലാഹ്ക്ക് കഴിയൂല. അപ്പൊ ആദം നബിക്ക് തോന്നിയേ എന്നാ പിന്നൊന്ന് കഴിച്ചോക്ക. ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അല്ലാഹ്ക്ക് കഴിയൂല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വലിയ സംഗതി തന്നെയാണല്ലോ, ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് ആദം നബിക്ക് തോന്നി. കഴിച്ചു. പിന്നുണ്ടായ പൊല്ലാപ്പൊന്നും പറയണ്ടല്ലോ. സത്യത്തിൽ ഇവന്റെ വയല് കേൾക്കാൻ പാടില്ലായിരുന്നു, ഇവന്റെ ഉപദേശം കേൾക്കാൻ പാടില്ലായിരുന്നു. കേൾക്കാൻ പാടില്ലാത്ത ഉപദേശം കേട്ടത് വലിയ പ്രശ്നമായി പോയി. അതും നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ വഴലും എല്ലാ പ്രഭാഷണവും കേൾക്കുന്ന ചില ആളുകളുണ്ട്. ആ പറയുന്നവന്റെ ആദർശം എന്ത്, ആ പറയുന്നവന്റെ വിശ്വാസം എന്ത്, ആ പറയുന്നവന്റെ താല്പര്യം എന്ത്, ഇതൊന്നും അറിയാതെ എല്ലാം കേൾക്കുന്ന രീതി അതൊട്ടും ശരിയല്ല. ആ കാര്യവും നമ്മൾ ചിന്തിക്കണം. എല്ലാം കേട്ടാലല്ലേ ഏതാ ശരി എന്ന് തിരിയുള്ളൂ എന്ന് പറയും ചില ആളുകൾ. അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പരമാവധി പങ്കാളികളാവുക. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, ആദമിന്റെ മക്കളെ ശൈത്താൻ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ ബവൈകും മിനൽ ജന്ന, നിങ്ങളെ വല്ലിപ്പയെയും വല്ലിമ്മയെയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ യൻസിഉൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവ വഖബീലുഹു. ആ പിശാചിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, അവൻ നിങ്ങളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും ശൈത്താൻ നിങ്ങളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അടിസ്ഥാനപരമായി കാണാൻ പറ്റിയ ഒരു രൂപത്തിലല്ല പിശാചിനെ അല്ലാഹു പടച്ചിട്ടുള്ളതെങ്കിലും രൂപം മാറി വരാൻ ശൈത്താന് കഴിയും. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ശൈത്താന് മനുഷ്യക്കോലത്തിൽ വരാൻ കഴിയുമല്ലോ, ശൈത്താന് മറ്റു ജീവികളെ രൂപത്തിൽ വരാൻ കഴിയുമല്ലോ. എന്തിനു മുഅ്മിനീങ്ങളെ, ബദറിൽ പോലും സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജുഅ്ഷുമിന്റെ രൂപത്തിൽ ഇബ്ലീസ് വന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നമ്മൾ ശ്രദ്ധിക്കണം. അതൊന്നും അന്ധവിശ്വാസമല്ലേ. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, ശൈത്താൻ മനുഷ്യക്കോലത്തിൽ വരിക, മറ്റുള്ള ജീവികളുടെ രൂപത്തിൽ വരുന്നൊക്കെ ഉള്ളത് അതൊരു അന്ധവിശ്വാസല്ലേ. ജിന്നുകൾ പാമ്പിന്റെ രൂപത്തിൽ വരും, അതൊക്കെ അന്ധവിശ്വാസല്ലേ. അത് അന്ധവിശ്വാസല്ല. ശൈത്താന് അല്ലാഹു രൂപം മാറി വരാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ പോലും പിശാച് മനുഷ്യരൂപത്തിൽ വന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ മുഅ്മിനേ, വഇസ്സയ്യന ലഹുമുശ് ശൈത്വാനു അമാലഹും വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ് വഇന്നീ ജാറുൽ ലക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്താൻ ആ ബദർ യുദ്ധത്തിന്റെ സംഗതി പറയാൻ മക്കയിൽ നിന്ന് മക്കാ മുശ്രിക്കീങ്ങൾ തയ്യാറായി പുറപ്പെട്ടപ്പോ ഇബ്ലീസ് അവരെ പ്രേരിപ്പിക്കാൻ, അവരാ ചെയ്യുന്ന പണി വളരെ നല്ല പണിയാ എന്ന് നിങ്ങൾ ഇറങ്ങണമായിരുന്നു. ഏതായാലും എന്തെങ്കിലും ഒന്ന് ഇറങ്ങിയല്ലോ, വളരെ നന്നായിട്ടുണ്ട്. അവരെ അതിലേക്ക് പ്രചോദിപ്പിക്കുകയാണ് ശൈത്താൻ. ചില ആളുകളൊക്കെ ഒരു ഭയം പ്രകടിപ്പിച്ചു, മുഹമ്മദിനോട് കളിച്ചാൽ നമ്മൾ രക്ഷപ്പെടുവോ?
മുഹമ്മദിന്റെ കഥകൾ പലതും നമുക്കറിയുന്നതല്ലേ, നമ്മൾ പോകണോ? അപ്പോൾ ശൈത്താൻ പറഞ്ഞു, എന്തിനാണ് കൂട്ടരെ നിങ്ങൾ ഭയപ്പെടാൻ നിൽക്കുന്നത്? ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്. ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ആരും ലോകത്തില്ല തന്നെ. അറിയോ നിങ്ങൾക്ക് മുഹമ്മദിന്റെയും കൂട്ടരുടെയും കഥ? അവറ്റങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ പട്ടിണിയായിരുന്നു, മര്യാദക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലില്ലാത്ത അവസ്ഥയില. അതുകൊണ്ട് ആരും പരാജയപ്പെടണ്ട, നമുക്ക് പെട്ടെന്ന് കഥ കഴിച്ച് തിരിച്ചു വരാം. എന്തിന് നിങ്ങൾ ഭയപ്പെടണം? ഇന്നി ജാറുൽ ലക്കും. ഞാനുമില്ലേ നിങ്ങളുടെ കൂടെ? നമുക്ക് പെട്ടെന്ന് കഥ കഴിച്ച് തിരിച്ചു വരാം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ജാഅ ഇബ്ലീസു യൗമ ബദർ ഫീ സൂറത്തി റജുലിൻ മിൻ ബനി മുദ്ലജ് ഫീ സൂറത്തി റജുലിൻ മിൻ ബനി മുദ്ലജ് ഫീ സൂറത്തി സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജുഷും. സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജുഷുമിന്റെ രൂപത്തിലാണ് ബദറിൽ ഇബ്ലീസ് വന്നത്. അയാൾ ബനൂ മുദ്ലജ് ഗോത്രത്തിന്റെ നേതാവായിരുന്നു. യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന്റെ ആവശ്യകതയും മറ്റും അബൂജഹൽ നേരത്തെ തന്നെ സുറാഖയെ അറിയിച്ചപ്പോൾ സുറാഖ ഉറപ്പ് കൊടുത്തു, ഞാനും എന്റെ അനുയായികളും തീർച്ചയായും യുദ്ധത്തിനുണ്ടാകും. പക്ഷേ ചില വിഷയങ്ങൾ ഉണ്ടായപ്പോൾ സുറാഖയ്ക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. സുറാഖ വരുമെന്ന ഉറപ്പിൽ തന്നെയാണ് അബൂജഹൽ. അപ്പോഴാണ് ആ സുറാഖയുടെ രൂപത്തിൽ ബദറിലേക്ക് ഇബ്ലീസ് വന്നു. എന്നിട്ട് അബൂജഹലിന്റെ കൈ പിടിച്ചിട്ട് അങ്ങനെ പറയാണ്, നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആളുകളൊക്കെ ഒരു ഭയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഭയം പ്രകടിപ്പിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് കഥ കഴിച്ചങ്ങ് തിരിച്ചു പോയാ പോരെ, ഞാനും ഇല്ലേ നിങ്ങളെ കൂടെ. അപ്പോഴാണ് ഇബ്ലീസ് ശൈത്താന് കാണുന്നത് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണേണ്ട താമസം അബൂജഹലിന്റെ കയ്യിൽ നിന്ന് ഈ ശൈത്താൻ കൈ അങ്ങോട്ട് വലിച്ചു. എന്നിട്ട് പിന്തിരിഞ്ഞ് ഓടുകയാണ്, അതിശക്തമായി ഓടുകയാണ്. അബൂജഹൽ വിളിച്ചു ചോദിക്കുന്നു, മാ ലക യാ സുറാഖ തസ്അമു അന്നക ലനാ ജാർ. എന്തു പറ്റി സുറാഖ നിനക്ക്? ആരെ പേടിച്ചാ നീ ഓടുന്നത്? നീയല്ലേ ഇത്രയും നേരം നമുക്ക് പെട്ടെന്ന് കഥ കഴിച്ച് തിരിച്ചു പോകാമെന്ന് പറഞ്ഞത്, ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്, എന്നിട്ട് എങ്ങോട്ടാ നിങ്ങൾ ഈ പായുന്നത്? അപ്പോൾ പറഞ്ഞു, എടാ നിനക്കത് പറയാ, നിനക്കത് പറയാ. ഇന്നി അറാ മാ ലാ തറൗൻ ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്. എടാ ഇന്നി അറാ മാ ലാ തറൗൻ, നീ കാണാത്തതേ ഞാൻ കാണുന്നുണ്ട്, നീ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. അബൂജഹലിന് മലക്കുകളെ കാണാൻ കഴിയൂലല്ലോ, ഇവന് മുമ്പ് നല്ലോണം കണ്ട് പരിചയം ഉണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ നീ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് അല്ലാഹുവിനെ ഭയമാ, വല്ലാഹു ശദീദുൽ ഇഖാബ്. അല്ലാഹുവിന്റെ ശിക്ഷ വളരെ ഗൗരവമുള്ള ശക്തിയുള്ള ശിക്ഷയാണ്. ഇത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ബദറിൽ നിന്ന് ഇബ്ലീസ് ഓടിയെന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തിരുമേനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ കരച്ചിൽ കൊല്ലത്തിൽ ഒരു ദിവസം ഇബ്ലീസ് കരയും. ബദർ യുദ്ധത്തിന്റെ അന്ന് ആ മലക്കുകളെ കണ്ട സമയത്ത് വിഭ്രാന്തിയോടുകൂടെ പൊട്ടിക്കരഞ്ഞില്ലേ ഇബ്ലീസ്? ആ ഒരു കരച്ചിൽ കൊല്ലത്തിൽ ഇബ്ലീസ് കരയും ഒരിക്കൽ. ആ ദിവസം ഏതാണെന്നറിയോ? അത് അറഫാ ദിവസമാണ്. അറഫാ ദിവസം ശൈത്താന് കൊല്ലത്തിലെ ഏറ്റവും സങ്കടമുള്ള ദിവസമാണ്. സഹാബികൾ ചോദിച്ചു, എന്തിനാണ് നബിയെ അവൻ അങ്ങനെ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ഇല്ലാ ലിമാ യറാ ഫീഹി മിൻ തനസ്സുലി റഹ്മത്തി വതജാവുസില്ലാഹി അനിദ്ദുനൂബിൽ ഇളാം. മനുഷ്യർ ചെയ്ത വലിയ വലിയ ദോഷങ്ങൾ, ആ ദോഷങ്ങളൊക്കെ അന്ന് റബ്ബിനോട് ആളുകൾ പറയുമ്പോൾ, മാപ്പ് ചോദിക്കുമ്പോൾ അള്ളാഹു അവർക്കതൊക്കെ അങ്ങോട്ട് മാപ്പാക്കി കൊടുക്കാൻ, അവരോട് അള്ളാഹു വലിയ കാരുണ്യം കാണിക്കാൻ. ഇത് കാണുമ്പോ ഞാൻ ഇത്രയും കാലം എടുത്ത പണി വെറുതെ ആയി പോയല്ലോ റബ്ബേ എന്ന നിലയിൽ ഇബ്ലീസ് പൊട്ടി പൊട്ടി കരഞ്ഞോടും. ബദറിന്റെ അന്ന് കരഞ്ഞതുപോലെ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ മുഅ്മിൻ ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇങ്ങനെ രൂപം മാറി വരാൻ ഇബ്ലീസിന് കഴിയും, ശൈത്താന് കഴിയും, ജിന്നുകൾക്ക് കഴിയും.
ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാലോ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഫിൽ മദീനത്തി നഫറും മിനൽ ജിന്നി ഖദ് അസ്ലമു. നമ്മളുടെ ഈ മദീനയിൽ ഇപ്പോ ചില ജിന്നുകളൊക്കെ മുസ്ലിം ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ആരെങ്കിലും ഇനി വല്ല ഇഴജന്തുക്കളെയും കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അതിനെ കൊല്ലാൻ നിൽക്കണ്ട. കാരണം ഒരുപക്ഷെ അത് ഈ മുസ്ലിമായ ജിന്നായിരിക്കാം. വല്ല ഏജന്തുക്കളെയും കണ്ട ഒറ്റടിക്ക് നിങ്ങൾ കൊല്ലാൻ നിൽക്കണ്ട. ഒരുപക്ഷെ അത് ഈ മുസ്ലിമായ വല്ല ജിന്നും ആവാം. അതുകൊണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനോടൊന്ന് പോകാൻ ആവശ്യപ്പെടണം. മുസ്ലിമായ ജിന്നാണെങ്കിൽ അതങ്ങ് പോയിക്കൊള്ളും. ഇല്ല, അങ്ങനെ നിങ്ങൾ പോകാൻ ആവശ്യപ്പെട്ടിട്ടും പോകുന്നില്ലെങ്കിൽ നിങ്ങൾ കൊന്നോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വന്ന കാര്യം, അങ്ങനെയൊക്കെ രൂപം മാറി വരാൻ ശൈത്താന് കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നില്ലേ സക്കാത്തിന്റെ മുതൽ കൊണ്ടുപോകാൻ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചതാണ്. സക്കാത്തിന്റെ ഈത്തപ്പഴം കൂമ്പാരാക്കിയിട്ടിട്ടുണ്ട്, അതിന് കാവൽ നിൽക്കാൻ. ആരെങ്കിലുമൊക്കെ അത് കട്ടുകൊണ്ടുപോകുന്നത് ശ്രദ്ധിക്കണം. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളി സക്കാത്തി റമളാൻ. റമളാനിലെ ആ സക്കാത്തിന്റെ മുതൽ സൂക്ഷിക്കാൻ മുത്തുനബി എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ നട്ടപ്പാതിരക്ക് ഒരാൾ കടന്നു വന്നിട്ട് ഫജഅല യഹ്സൂ മിനത് തആം, ഒരു സഞ്ചിയായിട്ട് വന്നിട്ട് ഈ ഈത്തപ്പഴം ഇങ്ങനെ വാരിയിട്ട് ആ കൊട്ടയിലാക്കാൻ, അവരുടെ സഞ്ചിയിലാക്കാൻ. പെട്ടെന്ന് ഞാൻ അയാളെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സക്കാത്തിന്റെ മുതലാണടോ നീ കൊണ്ടുപോകുന്നത്? നിന്നെ ഞാൻ നബിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതിലയാൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, നിവർത്തില്ലാതെ വന്നു പോയതാണ്, നിവർത്തില്ലാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം. അയാളുടെ കരച്ചിലും പറച്ചിലൊക്കെ കേട്ടപ്പോൾ ഞാൻ അയാളെ വെറുതെ വിട്ടു. എനിക്ക് അയാളുടെ കരുണ തോന്നി. പിറ്റേന്ന് മുത്തുനബിയെ കണ്ടപ്പോൾ അള്ളാന്റെ ഹബീബ് ചോദിച്ചു, അബൂ ഹുറൈറ, മാ ഫഉല അസീറുക്കൽ ബാരിഹ, ഇന്നലെ ഒരു കള്ളനെ കിട്ടിയിട്ട് എന്ത് ചെയ്തു? സത്യത്തിൽ ഈ വന്ന വിവരം റസൂലുള്ള കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ നബിയുടെ ഗൈബിയായ വിജ്ഞാനാണ്, നബി തങ്ങളുടെ അദൃശ്യ ജ്ഞാനമാണ്. അബൂ ഹുറൈറ, എന്ത് ചെയ്തു നീ ആ കള്ളനെ? നബി അയാളിനോട് സങ്കടം പറഞ്ഞപ്പോ എനിക്ക് കരുണ തോന്നി, ഞാൻ വെറുതെ വിട്ടു. അബൂ ഹുറൈറ, മാ ഇന്നഹു കദബക വസയഊദ്, നോണയാണ് പറഞ്ഞത്, ഇന്നും വരും. അപ്പോൾ ഞാൻ കാത്തിരുന്നു, ഇന്നയാൾ വന്നാൽ തീർച്ചയായും നബിയുടെ ഹളറത്തിലേക്ക് കൊണ്ടുപോകണം. പറഞ്ഞതുപോലെ മുത്തുനബി പറഞ്ഞതല്ലേ, വരാതിരിക്കില്ലല്ലോ. അയാൾ പിറ്റേ ദിവസവും വലിയൊരു സഞ്ചിയുമായി ഈ മുതൽ കൊണ്ടുപോകാമെന്ന്. അന്നും ഞാൻ അയാളെ പിടിച്ചു. എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, എടാ ലാർഫഅന്ന കൈലാ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് തീർച്ചയായും നിന്നെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. നീ ഇന്നലെ വരൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ അന്ന് വന്നല്ലോ, അതുകൊണ്ട് വിടൂല. അയാൾ കരച്ചിലും പറച്ചിലും സങ്കടം പറച്ചിലും. അബൂ ഹുറൈറ, എന്റെ മക്കളെ കരച്ചിൽ കേട്ടിട്ട്, എന്റെ ഭാര്യയുടെ കരച്ചിൽ കേട്ടിട്ട് വീട്ടിൽ കിടന്നിട്ട് ഉറക്ക് വരാത്തത് കൊണ്ട് വന്നു പോയതാ. നീ എന്നെ വഷളാക്കരുതേ, നീ എന്നെ വെറുതെ വിടണേ. അയാളെ കരച്ചിൽ കേട്ടപ്പോൾ എന്റെ മനസ്സ് വീണ്ടും അലിഞ്ഞു. ഞാൻ അയാൾ അന്നും വെറുതെ വിട്ടു. പിറ്റേന്ന് നബിന്റെ അടുത്ത് പോകാൻ എനിക്കൊരു മടി. എന്നാലും ഞാൻ ചെന്നു, ചോദിച്ചു, അബൂ ഹുറൈറ, മാ ഫഉല അസീറുക്കൽ ബാരിഹ, എന്ത് ചെയ്തു? അപ്പോൾ പറഞ്ഞു, നബിയെ, എന്താണ് അയാൾ ഒരു സങ്കടം പറച്ചില്, അത് കേൾക്കാൻ കഴിയാഞ്ഞിട്ട് എനിക്ക് വിഷമം തോന്നിപ്പോയി, ഞാൻ അയാളെ വെറുതെ വിട്ടു നബിയെ. അബൂ ഹുറൈറ, ഇന്നഹു കദബക വസയഊദു, നോണ പറഞ്ഞതാണ്, ഇന്നും വരും. അപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യായി അവനോട്. ഇന്നെന്തായാലും വന്നാൽ നബിയുടെ ഹളറത്തിലേക്ക് എത്തിക്കണമെന്ന ഒരു നിർബന്ധം എനിക്കുണ്ടായി. പറഞ്ഞതുപോലെ മൂന്നാമത്തെ രാത്രിയും അയാൾ കടന്നു വന്നു. ഞാൻ അയാളെ പിടിച്ചിട്ട് പറഞ്ഞു, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, നിന്നെ റസൂലിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അയാൾ കരഞ്ഞ് പലതും പറഞ്ഞു നോക്കി, പക്ഷെ ഞാൻ വിട്ടില്ല. അവസാനം ഹബീബിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോകുമെന്നുറപ്പായപ്പോൾ എന്നോട് അയാൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അബൂ ഹുറൈറ, ദഇനി ഉഅല്ലിമന്നക കലിമാത്തിൻ യൻഫഉകല്ലാഹു ബിഹാ. അബൂ ഹുറൈറ, നിങ്ങൾ എന്നെ വിടുകയാണെങ്കിൽ
ഞാൻ നിങ്ങൾക്കൊരു കലിമത്ത് പഠിപ്പിച്ചു തരാം. ആ കലിമത്ത് കൊണ്ട് റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് വലിയ രക്ഷ ലഭിക്കും. ദുനിയാവിലും ആഖിറത്തിലും അത് നിങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായിരിക്കും. ഇവനറിയാ ഇൽമിനോട് വലിയ അത്യാഗ്രഹമുള്ള ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇൽമെന്ന് പറഞ്ഞുതരാ എന്നാ പിന്നെ എന്നെ വിടുമെന്ന് വെച്ചപ്പോ വലിയ താല്പര്യത്തോടു കൂടെ അബൂ ഹുറൈറ തങ്ങൾ പറയാ, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാ ഇൽമു പറഞ്ഞോട്ടെ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു തവണ ഫഖ്റ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഒന്ന് നന്നായി അങ്ങോട്ട് ഓതിക്കോളൂ. എന്നാൽ നേരം വെളുക്കുന്നത് വരെ, അല്ല നിങ്ങൾ ഉണരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകാൻ പ്രത്യേകം മാലാഖമാരെ അള്ളാഹു ഏൽപ്പിക്കും. ഒരു ശൈത്താനും നിങ്ങളോട് അടുക്കാൻ കഴിയൂല. ഈ വിവരം പറഞ്ഞു കൊടുത്തപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, ഒരു ഇൽമല്ലേ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് പിന്നെ അദ്ദേഹത്തോട് ഒരു ബാധ്യതയായി, ഒരു ഉസ്താദിയത്തുണ്ടായല്ലോ. ഫറഹിംതുഹു ഫഖല്ലൈതു സബീലഹു, ഞാൻ അന്നും അയാളെ വെറുതെ വിട്ടു. പിന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ചു, പഠിച്ചോനെ അള്ളാന്റെ റസൂല് പറഞ്ഞതല്ലേ, ആ ചങ്ങായി നോണയാണ് പറയുന്നത്, ശ്രദ്ധിക്കണം, ഇന്നും വരുന്നു. ഏതായാലും മുത്തുനബിയെ കണ്ടുമുട്ടി. ഹബീബ നബി തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ എന്തേ, എവിടെ പോയി? മാ ഫുഇല അസീറുക്കൽ ബാരിഹ. അപ്പൊ പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഉടനെ അള്ളാന്റെ റസൂല് പറഞ്ഞു, അബൂ ഹുറൈറ അമാ ഇന്നഹു സദഖ വഹുവ കദൂബ്. ആള് പച്ച നുണയനാണെങ്കിലും നിരന്തരം കളവ് പറയുന്ന ആളാണെങ്കിലും അപ്പറഞ്ഞത് ശരിയാണ്. ആയത്തുൽ കുർസിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് ശരിയാണ്. എന്നിട്ട് ചോദിച്ചു, അബൂ ഹുറൈറ ആരാണാ വന്നതെന്ന് നിനക്കറിയുമോ? നിനക്കറിയോ ആരാണതെന്ന്? ലാ യാ റസൂലല്ലാഹ്, അറിയൂലല്ലോ നബിയെ. അപ്പോൾ പറഞ്ഞു, ആരാണത് അബൂ ഹുറൈറ? അമാ ഇന്നഹു ശൈത്വാൻ, ആ വന്നത് ശൈത്വാനാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ, മനുഷ്യരൂപത്തിൽ വന്നിട്ട് പോലും നമ്മളെ പിഴപ്പിക്കാൻ അവന് സാധിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. എപ്പോഴും പിശാചിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ദുആ നമ്മൾ ശീലിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മളത് ശീലിപ്പിക്കുകയും വേണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രയാസത്തിൽ നിന്നും, പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നും, പൈശാചിക പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരാ. നിങ്ങൾ പറയേണ്ടതാണ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ശർരി ഹമസാത്തിശ് ശയാത്വീനി വഅൻ യഹ്ളുറൂൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. പിശാച് നമ്മുടെ മുന്നിലെപ്പോഴും കെണിവലയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നമ്മളെ നരകത്തിലേക്ക് കുളത്തി വലിക്കുകയാണ്. ഇലാഹായ റബ്ബിനോട് കാവൽ തേടലാണ് ഏറ്റവും വലിയ രക്ഷാകവചം. അതാണ് ഏറ്റവും വലിയ രക്ഷയുടെ മാർഗം. അതുകൊണ്ട് ദുആ ചെയ്യണേ എപ്പോഴും, രാവിലെയും വൈകുന്നേരവും. അല്ലാഹുമ്മ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ശർരി ഹമസാത്തിശ് ശയാത്തീൻ വമിൻ ശർരി ഹമസാത്തിശ് ശയാത്തീൻ വഅൻ യഹ്ളുറൂൻ. ഇത് പിശാചിൽ നിന്നുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടാനുള്ള ദിക്റാണ്. ഇത് നമ്മൾ ചൊല്ലിയാൽ മാത്രം പോരാ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇത് ശീലിപ്പിക്കണം. നമ്മളുടെ മക്കൾ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ അവരുടെ സഞ്ചാരം ആരുടെ കൂടെയാണ്? അവരുടെ കൂട്ടുകെട്ടാരാണ്? ആരൊക്കെയാണ് അവരെ വഴിപിഴപ്പിക്കുന്നത്? ഏതെല്ലാം പൈശാചിക പ്രേരണയിലാണ് അവർ പെടുന്നത് നമുക്കറിയൂല. അതുകൊണ്ട് അല്ലാഹുവിൽ ശരണം തേടണം, അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. അത് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മുഅ്മിനേ, ഈ ദിക്റിന്റെ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇത് പൈശാചിക രോഗങ്ങൾ നിന്ന് രക്ഷ നേടാനും നല്ലതാണ്. ഈ ദിക്ർ ചില ആളുകളെ ഉറക്കത്തിൽ വല്ലാതെ ഞെട്ടിച്ചാടും.
ചില ആളുകൾക്ക് പൈശാചിക ബാധയുണ്ടാകും. അങ്ങനെ ഉണ്ടല്ലോ, ശൈത്താൻ തടിയിൽ കയറി രോഗമുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന്റെ താല്പര്യം നമ്മളെ അമല് മുടക്കുക, നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിന് നമ്മുടെ തടിയിൽ കയറി രോഗങ്ങൾ ഉണ്ടാക്കും. വസ്വാസ് ഉണ്ടാക്കൽ മാത്രമല്ല, തടിയിൽ കയറി പലവിധ രോഗങ്ങളും ഉണ്ടാക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ശൈത്താൻ തടിയിൽ കയറും, പൈശാചിക രോഗങ്ങൾ ഉണ്ടാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, ഒരു ദിവസം അന്നംറതൻ ജാഅത് ബിബിനില്ലഹാ ഇലാ റസൂലില്ലാഹ്. ഒരു ദിവസം ഒരു പെണ്ണതാ തന്റെ കുട്ടിയെയുമായി ഹബീബായ നബിയുടെ അടുത്തേക്ക് വരികയാണ്. ഒരു സഹാബി വനിത തന്റെ മകനെയുമായി മുത്ത് റസൂലിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഇന്നബ്നി ബിഹി ജുനൂൻ വ ഇന്നഹു ലയഖുദുഹു ഇൻദ ഗദാഇനാ വഅശാഇനാ യാ റസൂലല്ലാഹ്. എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം? ആ കുട്ടിക്ക് പൈശാചിക ബാധ ഏറ്റതാണ് പ്രശ്നം. ഈ ഉമ്മ പറയാ, പൊന്നാര നബിയെ, എന്റെ മോനാണ്, ഇതെന്റെ മകനാണ്. ഹബീബേ, ഈ കുട്ടിനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്, പൈശാചിക ബാധയേറ്റൊരു പ്രശ്നമുണ്ട്. കാര്യമായി ഇത് കൂടുതലെപ്പോഴാണെന്നറിയോ? ഞങ്ങൾ പ്രഭാതത്തിൽ നാശ്ത കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ അതിനുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്തു വെച്ചാൽ അപ്പോഴത്തേക്ക് കുട്ടിക്ക് ഇളക്കം തുടങ്ങും. എന്നിട്ട് കണ്ണിൽ കണ്ട പാത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ എടുത്ത് വലിച്ചെറിയും. അതുപോലെ ഞങ്ങൾ വൈകുന്നേരവും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ഇത് വല്ലാതെ അങ്ങോട്ട് കൂടും. കുടുങ്ങിയിട്ടുണ്ട് നബിയെ, ഇതിനൊരു പരിഹാരം വേണമെന്ന് ആ സഹാബി വനിത ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയോ? ആ മകനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് വമസഹൻ നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദറഹു. ആ കുട്ടിയുടെ നെഞ്ചങ്ങനെ തടവി കൊടുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഹബീബ് ഇങ്ങനെ പറയുകയും ചെയ്തു, യാ അദൂ അല്ലാഹ് ഉഖ്റുജ് മിൻ ഹാദാ അന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ശത്രു, എന്തിനാണ് ഈ കുട്ടിയിൽ കയറി നീ രോഗമുണ്ടാക്കുന്നത്? എന്തിനാണ് ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നത്? അതുകൊണ്ട് മര്യാദക്ക് ഈ കുട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോക്കാണ് നിനക്ക് നല്ലത്. ഇത് പറയുന്നത് മുഹമ്മദ് നബിയാണ്. ഇതും പറഞ്ഞ് ദുആ ചെയ്തു. ആ കുട്ടിയുടെ നെഞ്ചങ്ങനെ അള്ളാന്റെ റസൂല് തടവിയപ്പോൾ ആ കുട്ടി അങ്ങോട്ട് ഛർദിച്ചു. ആ കുട്ടി അങ്ങ് ഛർദിച്ചു. അപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാഴ്ച എന്താണെന്നറിയോ? ചെറിയ ഒരു ജീവി ഓടിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടു. ഒരു ജീവി അങ്ങനെ ഓടിപ്പോകുന്ന കാഴ്ച കണ്ടു. അള്ളാന്റെ റസൂല് ചോദിച്ചു, നിങ്ങൾക്കറിയോ അതെന്താണെന്ന്? ഞങ്ങൾ കൈമലർത്തി നബിയെ, അറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അത് ശൈത്വാനാണ്. അതാണ് ഈ കുട്ടിയിൽ ഉപദ്രവമുണ്ടാക്കിയത്, അതാണ് ഈ കുട്ടിക്ക് രോഗമുണ്ടാക്കിയതെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പൈശാചിക രോഗങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ പലിശക്കാരെ കുറിച്ച്? പലിശക്കാര് നാളെ പരലോകത്ത് ദുനിയാവിൽ നിന്ന് പൈശാചിക ബാധയേറ്റ ആളുകളെ പോലെ ആയിരിക്കും എന്നാ പറഞ്ഞത്. അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. ഖുർആൻ പറയാൻ നാളെ മഹ്ശറയിൽ പലിശക്കാർ അവരുടെ അവസ്ഥ പറയുകയാ. അവര് ദുനിയാവിൽ നിന്ന് പൈശാചിക ബാധയേറ്റ ആളുകളെ പോലെയാ. അപ്പോൾ പൈശാചിക ബാധ ഏൽക്കാന്നുള്ളൊരു അവസ്ഥയുണ്ട്. ശൈത്താൻ രോഗമുണ്ടാക്കും. അതിനൊക്കെ ഖുർആൻ കൊണ്ട് അതിൻ്റെതായ ചികിത്സകളുമുണ്ട്, ശർഅ് അംഗീകരിക്കുന്ന ചികിത്സകൾ. ആ ചികിത്സകൾ കൊണ്ട് ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സ നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ.
അതുകൊണ്ട് മുഅ്മിനെ പറഞ്ഞു വരുന്നത്, പിശാചിനെ നമ്മൾ തിരിച്ചറിയണം. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ചില പ്രത്യേക സ്ഥലങ്ങളിൽ പിശാച് പ്രത്യേകം നമ്മിലേക്ക് കടന്നു വരും. എല്ലാ സ്ഥലങ്ങളും എല്ലാ ഘട്ടങ്ങളും ഒരുപോലെയല്ല. ചില സ്ഥലങ്ങളിൽ ശൈത്താന് വലിയ സ്വാധീനമുണ്ടാകും. ശൈത്താൻ പെട്ടെന്ന് നമ്മളെ ശരീരത്തിലേക്ക് കടന്നു വരും. ഹദീസിൽ കാണാം, നബി ഉമാമത റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇബ്ലീസ ലമ്മാ നസല ഇലൽ അർദ്, ഇബ്ലീസ് ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഖാല യാ റബ്ബി അൻസൽതനി ഇലൽ അർദ് ഫജഅൽ ലീ ബൈതാ. ഇബ്ലീസിനെ അല്ലാഹു ഇറക്കി വിട്ടു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇന്ത്യയിൽ ഇറക്കി, ഹവ്വാ ബീവിയെ ജിദ്ദയിൽ ഇറക്കി, ഇബ്ലീസ ഫീ ദിസ്തിംസാനി മിനൽ ബസറ, ബസറയിലെ ദിസ്തിംസാനിൽ ഇബ്ലീസിനെയും അല്ലാഹു ഇറക്കി. അപ്പോൾ ഇബ്ലീസ് അല്ലാഹുവിനോട് പറയാണ്, പടച്ചവനെ അൻസൽതനി ഇലൽ അർദ്, റബ്ബേ നീ എന്നേതായാലും ഭൂമിയിലേക്ക് ഇറക്കിയല്ലോ, അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് തേടാനുണ്ട്. ഒന്ന്, വജഅൽ ലീ ബൈതാ, എനിക്ക് പ്രത്യേകമായൊരു വീട് വേണമല്ലാ, എനിക്ക് എന്റേതെന്ന് പറയാൻ ഒരു പ്രത്യേകമായ വീട് വേണ്ടേ? അല്ലാഹു പറഞ്ഞു, വീടാവാം, നിനക്ക് വീട് നൽകാമല്ലോ. അൽ ഹമ്മാം, അത് ബാത്റൂമുകളാണ്, മലമൂത്ര വിസർജന കേന്ദ്രങ്ങളാണ്. മുഅ്മിനെ ശ്രദ്ധിക്കണം, മലമൂത്ര വിസർജന കേന്ദ്രങ്ങളും ബാത്റൂമുകളും ഒക്കെ ഇബ്ലീസിന് അല്ലാഹു പ്രത്യേകമായി അനുവദിച്ചു കൊടുത്ത കേന്ദ്രങ്ങളാണ്. അവിടെ ശൈത്താന് പ്രത്യേകമായ ഒരു സ്വാധീനം ഉണ്ടാവും. അത് ശൈത്താന്റെ വീടാണ്. അതുകൊണ്ടല്ലേ അങ്ങോട്ട് കയറുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. അല്ലാഹ്, ശൈത്താന്റെ വീട്ടിലേക്കാണ് പടച്ചോനെ ഞാൻ ഈ കയറാൻ പോണത്, അതുകൊണ്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മിനൽ ഖുബ്സ് വൽ ഖബായിസ്, ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും അവയുടെ ശർറുകളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഇത് ചോദിച്ചിട്ട് വേണം അങ്ങോട്ട് കയറാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് വസ്വാസ് കടന്നു വരും, വളരെ ശ്രദ്ധിക്കണം. വസ്വാസ് എന്നത് പിശാചിന്റെ വല്ലാത്ത ഒരു കളിയാണ്. വസ്വാസ് എന്ന രോഗത്തിനൊക്കെ അടിമപ്പെട്ട് നിരന്തരം പ്രയാസപ്പെടുന്ന അനവധി ആളുകളുണ്ട്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനെ, അത് വലിയ വിഷയമാണ്. അത് വലിയ വിഷയ. വസ്വാസ് ഉണ്ടാകാൻ കാരണമാകുന്ന കാര്യങ്ങളെ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നബി തിരുമേനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യബൂലന്ന അഹദുകും ഫീ മുസ്തഹമ്മിഹി, നിങ്ങളിൽ ഒരാളും ബാത്റൂമിൽ കയറിയാൽ ആ ബാത്റൂമിൽ മൂത്രിക്കുക, എന്നിട്ട് ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് വെച്ച് തന്നെ കുളിക്കുക, ഉളു എടുക്കുക. ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി ആ ഷവറിന്റെ നേരെ താഴ്ഭാഗത്തിരുന്ന് അവിടെ മൂത്രമൊഴിച്ചു, എന്നിട്ട് പിന്നെ കുളി തുടങ്ങാൻ ചെയ്യാൻ പാടില്ല. لا يبولن أحدكم في مستحمه ثم يغتسل فيه أو يتولى فيه. മൂത്രിച്ചിട്ട് അവിടെ തന്നെ കുളിക്കുന്നു, ഉളുവെടുക്കുന്നു ചെയ്യരുതേ. പല വസ്വാസും കടന്നു വരുന്നത് അതിലൂടെയാണ്. പല തരത്തിലുള്ള വസ്വാസുകൾ കടന്നു വരാൻ അത് കാരണമാകും. എനിക്കങ്ങനെ വസ്വാസൊന്നും ഇല്ലല്ലോ എന്ന് പറയണ്ട, വസ്വാസ് പിടിപെടാൻ അത് കാരണമാകും. പല ആളുകൾക്കും പല നിലക്കാ വസ്വാസ്. ചില ആളുകൾക്ക് വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഭയങ്കര വസ്വാസായിരിക്കും, ചില ആളുകൾക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത വസ്വാസായിരിക്കും, ചില ആളുകൾക്ക് ശുദ്ധിയുടെ കാര്യത്തിൽ, ചില ആളുകൾക്ക് നിയ്യത്തിന്റെ കാര്യത്തിൽ. പടച്ചവനെ, മുഅ്മിനെ, അതൊക്കെ ശൈത്താന്റെ കളിയാണ്. പിശാച് നമ്മളെ പൊട്ടം കളിപ്പിക്കുകയാണ്. ആ കളിക്ക് നമ്മൾ വഴിപ്പെട്ടു പോകരുത്. അവന്റെ കുതന്ത്രങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. ശക്തമായ തീരുമാനമെടുക്കാൻ റബ്ബിനോട് സഹായം ചോദിക്കുകയും അങ്ങനെ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. പിശാചിന്റെ താല്പര്യം നമുക്കിടയിൽ അസൂയയും വെറുപ്പും ശത്രുതയും ഉണ്ടാകണമെന്നതാണ്. അതിനുവേണ്ടി പലതരത്തിലുള്ള വഴികൾ അവൻ ആവിഷ്കരിക്കും.
ഭാര്യ ബാത്റൂമിലേക്ക് കയറി. അങ്ങനെ ഒതുടുക്കന്നെ എടുത്തെടുത്തെടുത്ത് ഒരുപാട് നേരം ഒതുവായിട്ട് കഴിച്ചുകൂട്ടി. അപ്പോഴത്തേക്ക് ഭർത്താവിന് ചൂടായി, ദേഷ്യം പിടിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. തന്നെയാണ് പിശാചിന്റെ താല്പര്യം. ഈ വസ്വാസുകളൊക്കെ പലതും അവൻ ഉണ്ടാക്കുന്നത്. ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ള. നിങ്ങൾക്കിടയിൽ ദേഷ്യം ഉണ്ടാവണം, തമ്മിൽ വെറുപ്പുണ്ടാകണം, കച്ചറയും കുലുമാലും ഉണ്ടാകണം. അതാണ് പിശാചിന്റെ താല്പര്യം. അതിനുള്ള ചില ട്രിക്കുകൾ അവൻ ആവിഷ്കരിക്കാൻ. മാത്രമല്ല വസ്വാസ് എന്നത് നൗഉം മിനൽ ജുനൂൻ, അത് ഭ്രാന്തിന്റെ ഒരു വകുപ്പാണ്. അത് ഭ്രാന്തിന്റെ ഒരു ഇനാൻ. 1,24,000 നബിമാർ ഇവിടെ കഴിഞ്ഞു പോയിട്ട് ഒരു നബിക്ക് പോലും വസ്വാസ് ഉണ്ടായിട്ടില്ലല്ലോ മൂമിനെ. എന്തേ കാര്യം? ഒരു നബിക്ക് പോലും വസ്വാസ് ഉണ്ടായിട്ടില്ല. എന്തേ കാര്യം? അതെന്നെ ഉമ്മിനൽ ജുനൂൻ, ഭ്രാന്തിന്റെ ഒരു ശാഖയാണ്. മആദല്ലാഹ്, അല്ലാഹു കാക്കട്ടെ. യാഥാർത്ഥ്യങ്ങളെ അയാഥാർത്ഥ്യമായും അയാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായും തോന്നിപ്പിക്കുക, ഇതാണ് വസ്വാസ്. ആ രോഗത്തിന് അടിമപ്പെട്ടു പോയവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഏതായാലും നബി തിരുമേനി തങ്ങൾ പറയാ, നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ശൈത്താന്റെ കേന്ദ്രാണ്. പിന്നെയും ഇബ്ലീസ് ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്തു, വജഅല്ലി മജ്ലിസാ, അല്ലാഹുവേ എനിക്ക് പ്രത്യേകമായ ഒരു ഇരിപ്പിടം വേണം, എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞു ആദ്യം. പിന്നെ പറഞ്ഞു എനിക്ക് എന്റേതായ ഒരു ഇരിപ്പിടം വേണം. എവിടെയും എനിക്ക് ഇരിക്കാം, എവിടെയും കയറി ചെല്ല, എന്നാൽ എനിക്ക് സ്വാതന്ത്ര്യമുള്ള, സൗകര്യമുള്ള, എന്റേതായ അധികാരമുള്ള ഒരു ഇരിപ്പിടം വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറുപടി നൽകി, അൽ-അസ്വാഖു വ മജാമിഉ തുറുഖി, അങ്ങാടികളും ജംഗ്ഷനുകളുമാണ്. അങ്ങാടികൾ, ജംഗ്ഷനുകൾ, വഴിയോരങ്ങൾ, അത് നിന്റെ പ്രത്യേക ഇരിപ്പിടമാണ്. പിശാചിന് അല്ലാഹു പ്രത്യേക അധികാരം നൽകിയ കേന്ദ്രങ്ങളാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചില ആളുകളൊക്കെ പണിയൊന്നുമില്ലെങ്കിൽ അങ്ങാടി പോയിട്ട് അങ്ങനെ ഇരിക്കും. വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അസ്വസ്ഥതയായിരിക്കും, അവർക്കൊരു സമാധാനം കിട്ടും അങ്ങാടിയിൽ ചെന്നിരിക്കുമ്പോൾ. കാരണം അവന്റെ ആളുകൾ അവിടെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീങ്ങളെ, നിരുപാധികം ഭൂമിയിൽ അള്ളാഹ്ക്ക് വെറുപ്പുള്ള കേന്ദ്രമാണ് അങ്ങാടി. ഇന്ന അഹബ്ബൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വ അബ്ഗലൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. നിരുപാധികം ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേന്ദ്രങ്ങൾ മസ്ജിദുകളാണ്, പള്ളികളാണ്. അബ്ഗദൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹ്ക്ക് വെറുപ്പുള്ള കേന്ദ്രങ്ങൾ അങ്ങാടികളാണ്. അതുകൊണ്ട് പരമാവധി ആവശ്യമില്ലെങ്കിൽ അങ്ങാടിയിൽ നിന്ന് മാറി നിൽക്കണം. മാത്രമല്ല മുഅ്മിനെ, ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, അങ്ങാടിയിലേക്ക് കടന്നു ചെല്ലുമ്പോ പിശാച് നമ്മളെ അവന്റെ കുതന്ത്രത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. ആ പിശാചിനോട് ജിഹാദ് നടത്തിയിട്ട് അങ്ങാടിയിൽ നിന്ന് ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ചൊല്ലാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങാടിയിൽ നിന്ന് പ്രത്യേക ദിക്റുണ്ടോ? പള്ളിയിൽ നിന്നല്ലേ ദിക്റുള്ളൂ, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങാടിയിൽ നിന്ന് പ്രത്യേകമായി ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദിക്റുണ്ട്. എന്താണ് അതിന്റെ ഒരു പ്രതിഫലം എന്നറിയും? വലിയ കൂലുള്ള ദിക്റാണ് മുഅ്മിനീങ്ങളെ. ഇത് കേൾക്കുന്നവർ ഈ കാര്യം പ്രത്യേകമായി ഓർമ്മിക്കുകയും ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ ദിക്റൊന്ന് ചൊല്ലാൻ ശ്രദ്ധിക്കുകയും ചെയ്യണേ. വലിയ കൂലിയാണ്. ആ ദിക്റെങ്ങാനും ഒരാൾ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അവന്റെ ഖൽബിലേക്ക് റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കും. ആ നോട്ടത്തിന്റെ പ്രത്യേകത, ആ നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അയാളെ ശിക്ഷിക്കൂല. കാരണം അങ്ങാടി എന്നല്ലേ ഇത് ചെല്ലുന്നത്. അങ്ങാടി എന്നത് ദുനിയാവിന്റെ തിരക്കിന്റെ കേന്ദ്രല്ലേ. അവിടെ എത്തുമ്പോ സ്വാഭാവികമായും ദുനിയാവിന്റെ കാര്യത്തിലല്ലേ മനുഷ്യന്റെ ശ്രദ്ധ തിരിയുന്നത്, ദുനിയാവിലേക്കല്ലേ മനുഷ്യന്റെ ശ്രദ്ധ പോകുന്നത്. ഇബ്ലീസിന്റെ കേന്ദ്രല്ലേ. ഈ നന്മകളൊക്കെ ഇബ്ലീസ് മറപ്പിക്കുകയില്ലേ. ആ സമയത്ത് ആളുകളൊക്കെ ദുനിയാവിന്റെ കാര്യത്തിൽ ജോലിയാകുമ്പോ പടച്ച റബ്ബിനെ ഓർത്തിട്ട് ഒരാളെ ദിക്ർ ചൊല്ലിയാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ, ഇബ്നു ഉമർ തങ്ങൾ പറയുകയാണ്, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ദാകിറുല്ലാഹി ഫിസ്സൂഖ്,
അങ്ങാടിയിൽ വെച്ച് ദിക്ർ ചൊല്ലുന്നവർ യൻദുറുല്ലാഹു ഇലൈഹി നളറാ, അവരിലേക്ക് അല്ലാഹു പ്രത്യേകമായൊരു നോട്ടം നോക്കുന്നതാണ്. എന്താണ് ആ നോട്ടത്തിന്റെ പ്രത്യേകത? മന്നളറല്ലാഹു ഇലൈഹി ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ. എന്താണ് ആ നോട്ടത്തിന്റെ പ്രത്യേകത? ആ ഒരു നോട്ടം കിട്ടിക്കഴിഞ്ഞാൽ ലാ യുഅദ്ദിബുഹു ബഅദഹു അബദാ, പിന്നീട് അവനെ അല്ലാഹു ശിക്ഷിക്കുന്നില്ലാന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇലാഹായ റബ്ബ് ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ ദിക്ർ? ഏതാണ് ആ ദിക്ർ? ഏതാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ ഹയ്യുൽ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണ് ദിക്ർ. ആരാണ് ആ ദിക്ർ അറിയാത്തവർ? ആർക്കാണ് ആ ദിക്ർ അറിയാത്തത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇദാ അതൈതുമുസ് സൂഖ്, നിങ്ങൾ അങ്ങാടിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, അത്യാവശ്യം ചില വിഷയത്തിന് പെണ്ണുങ്ങൾക്കും അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ടി വരുമല്ലോ. ഒരു ഡോക്ടറെ കാണണം, അങ്ങാടിയിലേക്ക് പോകേണ്ടി വന്നു. അല്ലെങ്കിൽ അത്യാവശ്യമായൊരു യാത്ര പോകണം, അങ്ങാടിയിലേക്ക് പോകേണ്ടി വന്നു. അല്ലെങ്കിൽ നമ്മൾ സുദീർഘമായൊരു യാത്ര പോവാണ്, ഒരുപാട് അങ്ങാടികൾ വിട്ടുകിടക്കുന്നുണ്ട്. ഈ അങ്ങാടിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഫഖൂലു, നിങ്ങൾ പറഞ്ഞേക്കണം, നിങ്ങൾ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ. അങ്ങനെയാണ് കൂടുതൽ റിവായത്തിലും വന്നിട്ടുള്ളത്. യുഹീ വയുമീതു എന്നതിന് പകരം അങ്ങാടിയിൽ നിന്ന് നിങ്ങൾ പറയുമ്പോൾ വഹുവ ഹയ്യുൻ ലാ യമൂത്, അർത്ഥം തന്നെ, വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ അങ്ങാടിയിൽ നിന്ന് പറഞ്ഞേക്കണം. ഫഇന്ന മൻ ഖാലഹാ, ആരെങ്കിലും ഈ ദിക്ർ അങ്ങാടിയിൽ നിന്ന് പറഞ്ഞാൽ കതബല്ലാഹു ലഹു അൽഫ അൽഫ ഹസനാ. മുഅ്മിനേ ശ്രദ്ധിക്കണേ, മുഅ്മിനേ ഇത് നേടാൻ ശ്രദ്ധിക്കണേ. കതബല്ലാഹു ലഹു അൽഫ അൽഫ ഹസനാ, അതിന് 10 ലക്ഷം ഹസനത്താണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നതെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടത് കൊണ്ട് ഇനിയിപ്പോ എല്ലാവരും അങ്ങാടി ചെല്ലും എന്നുള്ള വിശ്വാസം ഒന്നും എനിക്കില്ല. ഈ ഒരു വിവരപ്പ് എല്ലാവർക്കും കിട്ടിയല്ലോ, ഇനിയിപ്പോ എല്ലാവരും അങ്ങാടിയിലെത്തുമ്പോ ഈ ദിക്ർ ചൊല്ലും, ആ വിശ്വാസമൊന്നും എനിക്കില്ല. മറപ്പിക്കും ശൈത്താൻ. ശൈത്താൻ പല നന്മകളും മറപ്പിക്കുമല്ലോ. ഒമാൻ സാനിഹി ഇല്ല ശൈത്താൻ, ഖുർആൻ തന്നെ ആ കാര്യം പറഞ്ഞിട്ടില്ലേ? പല നന്മകളും പിശാച് മറപ്പിക്കും. എന്റെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസ് നമുക്ക് മുതലാകും. ഇന്ന് മുതൽ ഈ ഒരു ശീലം നമ്മളിൽ ഉണ്ടായാൽ അങ്ങാടിയിലെത്തുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ ഹയ്യുൽ ലാ യമൂത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആ ദിക്ർ അങ്ങാടിയിൽ നിന്ന് ചൊല്ലുന്ന ഒരു ശീലം ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഈ മജ്ലിസ് പരലോകത്ത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ശ്രദ്ധിക്കണം. ഈ ദിക്ർ പള്ളിയിൽ നിന്ന് ചൊല്ലിയാൽ അത്ര വലിയ കൂലില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അങ്ങാടി ആകുമ്പോൾ സ്വാഭാവികമായും ദിക്റിന്റെ ചിന്ത അല്ലല്ലോ ഉണ്ടാവുക. പള്ളിയിൽ ഒരാൾ കയറിയാൽ ദിക്റിന്റെ ചിന്തൻ. ഒരാൾ പള്ളിയിൽ കയറി 2 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചു, പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചു, 4 റക്അത്ത് ളുഹറിന്റെ മുമ്പ് നിസ്കരിച്ചു, ഇനിയിപ്പോ ഇഖാമത്ത് കൊടുക്കാൻ 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായും ദിക്റിന്റെ ചിന്ത വരും. എന്തെങ്കിലുമൊക്കെ ദിക്റുകൾ അങ്ങനെ ചൊല്ലി പറയും. എന്നാൽ ഈ മനുഷ്യൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോകണം, ബസ്സിന് കാത്തു നിൽക്കുക, 5 മിനിറ്റ് കൂടി ഉണ്ട് ബസ് വരാൻ. പക്ഷെ അങ്ങാടിയിൽ നിന്ന് ദിക്റിന്റെ ചിന്ത ഇല്ലല്ലോ, അങ്ങാടിയിൽ നിന്ന് ദിക്ർ ചൊല്ലാൻ അയാൾക്ക് തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങാടിയിൽ നിന്ന് ഈ ദിക്ർ ചൊല്ലുമ്പോൾ വലിയ കൂലിയാ.
അതുകൊണ്ട് ആ മഹാനായ വലിയുള്ളാഹി തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ ആ മനുഷ്യൻ പലപ്പോഴും അങ്ങാടിയിൽ വന്നിരിക്കുമായിരുന്നു. ചില ആളുകളൊക്കെ ചോദിച്ചിരുന്നു, എന്ത് വലി, എന്താ ഔലിയ? വലിയാണെങ്കിൽ അങ്ങാടിയിൽ വന്നിരിക്കുക, ഔലിയാക്കൾക്ക് എന്താ അങ്ങാടിയിൽ കാര്യം? ആ മനുഷ്യൻ പലപ്പോഴും കീഴ്ശേരി അങ്ങാടിയിൽ ഉണ്ടാകുമായിരുന്നു, പലപ്പോഴും കൊണ്ടോട്ടി അങ്ങാടിയിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് ദുനിയാവുണ്ടാക്കാൻ വന്നതായിരുന്നില്ല, അത് ദുനിയാവിന്റെ കഥകൾ പറയാൻ വന്നതുമല്ല. ആളുകൾ അങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടാകും, ആർക്കും മുഖം കൊടുക്കില്ല, അങ്ങനെ തലിന്താത്തിരുന്നിട്ട് ആ മനുഷ്യന്റെ പണി എന്താണെന്നറിയോ? അങ്ങാടിയിൽ നിന്ന് ആഖിറത്തിലേക്ക് ആവശ്യമായത് നേടുക. ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ഖതബല്ലാഹു ലഹു അൽഫ ഹസന, 10 ലക്ഷം ഹസനത്ത് അല്ലാഹു അയാൾക്ക് കൊടുക്കും. പക്ഷേ മുഅ്മിനെ സ്വാഭാവികമായും മറക്കും കേട്ടോ. ശ്രദ്ധിക്കണേ, അങ്ങാടിയിൽ എത്തുമ്പോ ആ വചനം ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിനുമേൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആളുകളൊക്കെ അങ്ങാടിയിൽ അശ്രദ്ധവാന്മാരായിരിക്കുക. ദിക്ർ ചൊല്ലുന്ന ആളുകൾ അവര് ഉണങ്ങിയ മരത്തിലെ പച്ചയായി നിൽക്കുന്ന കൊമ്പ് പോലെയാണ്. ആളുകളൊക്കെ ദുനിയാവിന്റെ കാര്യത്തിൽ ശ്രദ്ധ തിരിച്ച് ആഖിറത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധവാന്മാരായിരിക്കെ ദിക്ർ ചൊല്ലുന്നവർ ഉണങ്ങിയ മരത്തിലുള്ള പച്ചക്കൊമ്പ് പോലെയാണ്. ആളുകളൊക്കെ ദുനിയാവിന്റെ കാര്യത്തിലാണ് ശ്രദ്ധ, ആഖിറത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ്. അവിടെ നിന്ന് ദിക്ർ ചൊല്ലുന്നവർ കൂരിരുട്ടുള്ള വീട്ടിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെയാണ്. ആളുകളൊക്കെ അല്ലാഹുവിന്റെ കാര്യത്തിൽ അശ്രദ്ധവാന്മാരാകുന്ന അങ്ങാടിയിൽ ദിക്ർ ചെല്ലുന്ന ആളുകൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ശത്രുക്കളുടെ പിന്നാലെ പോയി യുദ്ധം ചെയ്യുന്നവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ആ ദിക്റുകളൊക്കെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ചുരുക്കത്തിൽ മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണം, പിശാചിന്റെ ശൈത്താന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കാണാത്ത എന്തോ ഒന്ന് മാത്രമല്ല ശൈത്താൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഏറ്റവും ഗൗരവമുള്ള ഒരു പാഠം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. ശൈത്താൻ 2 രൂപത്തിലുള്ള ശൈത്താനുണ്ട്. ഒന്ന് ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്താൻ, മറ്റൊന്ന് മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താൻ. ഇതിലേറ്റവും വലിയ ഷർറ് മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താനാണ്. ഇത് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ അവസാനിച്ചിട്ടുള്ളത്. അതും നമ്മൾ ശ്രദ്ധിക്കണം. ശൈത്താനെ പരിചയപ്പെടുത്താൻ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. ശൈത്വാൻ എന്നാൽ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന എല്ലാം ശൈത്വാനാണ്. എന്താണ് വസ്വാസ്? വസ്വാസ് എന്നാൽ ഇതന്നെ, യാഥാർത്ഥ്യങ്ങളെ അയാഥാർത്ഥ്യമായി തോന്നിപ്പിക്കുക, വിശ്വസിപ്പിക്കുക. അയാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായും തോന്നിപ്പിക്കുക, വിശ്വസിപ്പിക്കുക. ഇതിനാണ് വസ്വാസ് എന്ന് പറയുന്നത്. അങ്ങനെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന എല്ലാം ശൈത്വാനാ. അത് മിനൽ ജിന്നത്തി, ജിന്ന വർഗത്തിൽപ്പെട്ട ശൈത്വാനുണ്ട്. വന്നാസ്, മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്വാനുമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആയത്തിറങ്ങിയപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് ചോദിച്ചു, നബിയേ അവമിനൽ ഇൻസി ശൈത്വാനു യാ റസൂലല്ലാഹ്, അല്ല നബിയേ മനുഷ്യരുടെ കൂട്ടത്തിൽ ശൈത്താനുണ്ടെന്നോ? എന്താ ഈ പറഞ്ഞിട്ടുള്ളത്? മിനൽ ജിന്നത്തി, ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്വാനിൽ നിന്നും, വന്നാസ്, മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്വാനിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന്. അവ മിനൽ ഇൻസി ശൈത്വാനു യാ റസൂലല്ലാഹ്, അല്ല നബിയെ അതിന് മനുഷ്യന്മാരെ കൂട്ടത്തിൽ ശൈത്താനുണ്ടോ? ആലാ ഹബീബായ നബിയുടെ മറുപടി, ശൈത്താനുണ്ടെന്ന് മാത്രമല്ല ഹുവ അശറുൽ ഖൽഖ്, ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്വാനേക്കാൾ വലിയ ശർറ് മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്വാനാണെന്ന് മുഹമ്മദ് മുസ്തഫ.
അതുകൊണ്ടാ പഠിച്ചവനെ മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താനിൽ നിന്നാണ് ഏറ്റവും അവസാനമായി ഖുർആൻ കാവൽ ചോദിച്ചത്. ചിലപ്പോൾ മക്കളുടെ ശൈത്താനായി മാതാപിതാക്കൾ വരും, ചിലപ്പോൾ മാതാപിതാക്കളുടെ ശൈത്താനായി മക്കൾ വരും, ചിലപ്പോൾ ഭാര്യയുടെ ശൈത്താനായി ഭർത്താവ് വരും, ചിലപ്പോൾ ഭർത്താവിന്റെ ശൈത്താനായി ഭാര്യ വരും, ചിലപ്പോൾ കൂട്ടുകാരന്മാരേറ്റവും വലിയ ശൈത്താനായി കടന്നു വരും. സിനിമാ നടന്മാരും സീരിയലിൽ അഭിനയിക്കുന്നവരും അവര് ചെയ്യുന്ന പണി തന്നെ യാഥാർത്ഥ്യമായി തോന്നിപ്പിക്കലാണ്, അയാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായും വിശ്വസിപ്പിക്കലാണ്. ഇതൊക്കെയും ശൈത്താനാ. അതുകൊണ്ട് മുഅ്മിനെ വേണ്ടതുപോലെ നമ്മൾ കരുതണം. ഭാര്യ ചിലപ്പോ ഭർത്താവിന്റെ ശൈത്താനായിട്ട് വരും, ഭർത്താവ് ചിലപ്പോ ഭാര്യയുടെ ശൈത്താനായിട്ട് വരും, മക്കൾ ബാപ്പയുടെയും ഉമ്മയുടെയും ശൈത്താനായിട്ട് വരും, കൂട്ടുകാരന്മാര് പലപ്പോഴും ശൈത്താനായി വരും. പലപ്പോഴും പലരെയും പല തിന്മയിലേക്കും കൊണ്ടുപോകുന്നതിൽ കൂട്ടുകാരന്റെ പങ്ക് വലിയ പങ്കാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അൽമർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ ബിഹി. നബി പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരും അവന്റെ കൂട്ടുകാരന്റെ സ്വഭാവവും സംസ്കാരവും രീതിയും എന്താണോ അതിനനുസരിച്ചായിരിക്കും, അതിനനുസരിച്ച് മാറും. അതുകൊണ്ട് ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ ബിഹി, നിങ്ങൾ ശ്രദ്ധിക്കണേ ആരുടെ കൂടെയാണ് കൂടുന്നത്, നിങ്ങളോടൊപ്പം ആര് കൂടുന്നു എന്നും നിങ്ങൾ ആരുടെ കൂടെ കൂടുന്നു എന്നും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ശൈത്താനായി കടന്നു വരുന്നത് കൂട്ടുകാരാൻ. നമ്മളെ മക്കളൊക്കെ പെട്ടെന്ന് പഴച്ചു പോകാൻ അത് കാരണമാകും. ശ്രദ്ധിക്കണം. പലരും കള്ളുകുടി ആദ്യമായി ശീലിക്കുന്നത് ഒരു കൂട്ടുകാരനിലൂടെയാണ്. എത്രയോ ആളുകൾ പലപ്പോഴും പലരും പല തമ്മാടിത്തരത്തിന്റെയും രുചികൾ ആദ്യമായി അറിയുന്നത് പല കൂട്ടുകാരന്മാരിലൂടെയുമാണ്. അതാണ് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ മനുഷ്യവർഗത്തിൽപ്പെട്ട ശൈത്താനിൽ നിന്നും ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്താനിൽ നിന്നും നമുക്ക് പൂർണ്ണമായ സംരക്ഷണം കിട്ടാൻ ആവശ്യമായ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ശൈത്താന്റെ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരല്ല, അതിൽ നിന്ന് അഭയം കിട്ടാൻ നമുക്കുള്ള വഴിയെന്താ? അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് സുബ്ഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ 70,000 മാലാഖമാരെ മനുഷ്യ ശൈത്വാനെയും ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്വാനെയും ആട്ടിയോടിക്കാനായി നമ്മുടെ സംരക്ഷണത്തിന് അല്ലാഹു നിർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനേ, ഹദീസ് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പറയുകയാ. നബി ഉമാമത റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാ, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ തഅവ്വദ ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 3 മർറാത്ത്, ഒരാൾ 3 തവണ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം, ഇങ്ങനെ ശൈത്താനിൽ നിന്ന് കാവൽ ചോദിച്ചു. സുമ്മ ഖറഅ ആഖിറൽ ഹശ്രി, ആഖിറൽ ഹശ്ർ, അതിനുശേഷം സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗം ഓതുകയും ചെയ്തു. ലൗ അൻസൽനാ ഹാദൽ على جبل لرأيته خاشعا متصديا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون والله الذي لا إله إلا هو علم الغيب والشهادة.